Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. நெஞ்சம் எங்கும் மலரும் மலராய் சிரிக்கும் இளமை பருவம் கண்கள் எங்கும் கனவாய் நெஜமாய் ஒளிரும் இளமை பருவம் நெஞ்சில் வளர்க்கும் நட்பும் துளுக்கும் சாரல் திருக்கும் தூரல் பிடிக்கும் நெஞ்சில் வளர்க்கும் நட்பும் துளுக்கும் காதல் பிறக்கும் இதயம் துடிக்கும் உலகம் மறக்கும் மோகம் விழிக்கும் காதல்
ഈ മാസം 21-ാം തീയതി എൻ്റെ വിവാഹമാണ്. ഈ ഫോട്ടോയിൽ കാണുന്നവരെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും താൽപ്പര്യപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് VR ഗോപാലകൃഷ്ണൻ. 1996 ഇന്നാദ്യമായി ഞാൻ കണ്ടു ഇളം മഞ്ഞിൽ വിടരുന്ന ചെമ്പനീർ പൂ പോലെ കരളിൽ നിറയുന്ന സൗന്ദര്യം മരിയ. 1999 എൻ്റെ ജന്മം സഫലമാകുന്ന നിമിഷം. ഞാൻ ഭാവനയിൽ കാണുന്നു നാണം തുടുക്കുന്ന അവളുടെ കവിളുകളിൽ വർണ്ണരാജികൾ പൂക്കും. 2009 വർഷങ്ങൾ പോകുന്നതറിയില്ല. ഒരു സ്വപ്നം പോലെ ആരും കൊതിക്കുന്ന കുടുംബം. 2019 കാലങ്ങളിലൂടെ ആ വസന്തം തുടർന്നു പോകും. 2039 വെള്ളി നാരിഴകൾ നിറയുമ്പോഴും കൈമോശം വരികയില്ല ഈ സൗഭാഗ്യം. അറിഞ്ഞില്ല പ്രിയ ചങ്ങാതി, ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞ മരിയയെ ഞാൻ കണ്ടില്ല ആൽബി. എൻ്റെ കിനാക്കളുമായി ഞാൻ പറന്നകലുകയാണ്. ഞാൻ അറിയുന്ന അൻവറിന് ഇങ്ങനൊരു ബന്ധമോ? ഐ കാണ്ട് ബിലീവ് ഇറ്റ്. ആൽബിയും മരിയയും ഇപ്പോൾ എവിടെയാണെന്ന് സാറിനറിയാമോ? ദിസ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. വീണ്ടും എന്തിന് റീഓപ്പൺ ചെയ്യണം? ഐ എം വെരി ബിസി നൗ. എക്സ്ക്യൂസ് മീ, താങ്കൾ എൻ്റെ മാരേജിന് തീർച്ചയായും ഉണ്ടാവണം. ആരാത്? കണ്ടിട്ട് നല്ല പരിചയം. എൻ്റെ കാസറ്റ് വാങ്ങിയിട്ടുള്ളവരോ ധ്യാനം കൂടിയിട്ടുള്ളവരോ ആയിരിക്കും. പുതിയ 2 കാസറ്റ് വിൽക്കാമായിരുന്നു. എന്നാ പൂത്ര ഇവിടെ കാസറ്റും വിറ്റോണ്ട് നടന്നോ? ഇപ്പൊ തന്നെ എന്തുമാത്രം ലേറ്റായി? അതെന്റെ കുറ്റമാണോ? സ്റ്റുഡിയോ ഒന്ന് കാസറ്റ് കോപ്പി ചെയ്ത് കിട്ടണ്ടേ VRG? ആൽബിയെ കല്യാണം വിളിക്കാൻ പോകുന്നതിന് കാസറ്റ് എന്തിനാ? പോകുന്ന പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കൈ വഴിയല്ലേ? നിങ്ങൾ ചുമ്മാ ഒന്ന് ചവിട്ടി തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. കാസറ്റ് വിൽക്കാനാണെങ്കിൽ പൂത്ര വരണ്ട. എന്റെ വണ്ടി നിങ്ങൾക്ക് കാസറ്റ് കൊണ്ടുവന്ന് വിൽക്കാനുള്ളതൊന്നും അല്ല. 5 മണിക്ക് മുൻപ് എനിക്കിവിടെ തിരിച്ചെത്തണം. കാസറ്റ് വിൽക്കുന്നത് കാശിന് വേണ്ടിയൊന്നും അല്ല VRG. സത്യക്രിസ്ത്യാനികളുടെ വിശ്വാസം ഒന്നുകൂടെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാനാ. എന്നാ പൂത്ര ബസ്സിൽ പോകുന്നതാ നല്ലത്. കൂടുതൽ വിശ്വാസികളെ കിട്ടും. എന്തായാലും ടേക്ക് എ ഡിസിഷൻ. കാസറ്റ് ബിസിനസ്സിനാണെങ്കിൽ എന്റെ കൂടെ വരണ്ട. താൻ ആരെന്നാണോ വിചാരം? ചുമ്മാ അല്ല മൂക്കി പല്ലുകളെടുത്തിട്ടും പെണ്ണ് കിട്ടാതെ കാത്തിരുന്നത്. കർത്താവേ, ആ വരുന്ന പെമ്പറന്നവരുടെ കഷ്ടകാലം. അവസാനം കൗൺസിലിംഗ് എൻ്റെ അടുത്ത് തന്നെ വരും. യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആ ഫയൽ വാങ്ങാൻ ഞാൻ ടീച്ചറെ ചുമതലപ്പെടുത്തിയിട്ട് എത്ര ദിവസമായി? അട്ടർ ഇറസ്പോൺസിബിലിറ്റി. നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. നാളെ 12 മണിക്ക് മുൻപ് എനിക്ക് ആ ഫയൽ കിട്ടിയിരിക്കണം. പൂത്ര എന്ത് തീരുമാനിച്ചു? തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? VRGയുടെ കല്യാണത്തിന് ആൽബി ക്ഷണിക്കാൻ നമ്മൾ ഒരുമിച്ച് പരുത്തുംപാറയ്ക്ക് പോകുന്നു. കൊണ്ട് സഞ്ചിയല്ല വയറ് കീറി. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇതങ്ങനെ കീറുന്ന ഗീശയല്ല മോനെ. രണ്ടും ചേരും. എന്താ VRG? ഇപ്പൊ വരാം. നേരത്തത് ധൃതി കണ്ടപ്പോ അച്ഛന് കാസറ്റ് വിൽക്കണം, 10 കാശുണ്ടാക്കണം, ആ ഒരു ചിന്തയേ ഉള്ളൂ. പാവം ആ VRG കടുപ്പം. ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു മനുഷ്യൻ. എന്റെ ടീച്ചറെ ഇങ്ങേർക്ക് ഇത് എന്തോന്നിട്ടോ സൂക്കേണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എവിടെ പെമ്പിള്ളേരുണ്ട് അവരെ നന്നാക്കാനായിട്ട് മെനക്കെട്ട് ഇറങ്ങിയിരിക്കല്ലേ നാണക്കെട്ട സാറ്. എനിക്ക് ജോലി മേടിച്ചു തന്നത് ഇങ്ങേരാ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാ. എന്നാലും പറയാതിരിക്കാൻ വയ്യ. കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതുപോലെയാ ആൽബിയെയും മരിയെയും നന്നാക്കി 2 കരക്കാക്കി. എന്നിട്ടിപ്പോ കല്യാണം വിളിക്കാൻ പോവാ പട. അവൻ തോക്കെടുത്ത് വെടിവെക്കാൻ ഞാൻ ഭാഗ്യം. അവന്റെ ജീവൻ തകർത്ത വില്ലനല്ലേ ഇയാള്. സാറേ പോലെ എന്റെ പണി പോയി. ഈ പഴയ ഹിന്ദി സിനിമയിലെ അംജദ് ഖാന്റെ വില്ലൻ വേഷത്തെ കുറിച്ച് പറഞ്ഞതാ അല്ലേ ടീച്ചറെ? സെമിനാറിന് വേണ്ടി ഹാൾ അറേഞ്ച് ചെയ്യണം. 1000 കസേര പിടിച്ചിടണം. പിന്നെ സ്റ്റേജൊക്കെ തൂത്ത് വൃത്തിയാക്കണം. ശരി. ഇത് കൊള്ളാം. ഞാൻ ലേറ്റായപ്പോ താൻ കിടന്നൂലി ചാട്ടോ വരുന്നല്ലോ. പെട്ടെന്ന് ഇറങ്ങ്. പല ഹോട്ടലോ റെസ്റ്റോറൻറ്റോ കാണുമ്പോൾ നിർത്താൻ പഠിക്കണ്ട. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും.
ഈശോ മിശിഹായ്ക്ക് സ്തുതി. ആ പൂത്രയെന്ന് ഭക്ഷണം ഓർഡർ ചെയ്യേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ആ ഹലോ, ആൽബിയുടെ വീടല്ലേ? അതെ. ആരാ? ഞാൻ വിആർജി. ഞാൻ സണ്ണിച്ചൻ, ആൽബിയുടെ ചേട്ടൻ. ആൽബിയെ വിളിക്കാം. എടാ കിച്ചാ. ആരേട്ടാ? ദാ. ഹലോ. ആൽബി, ഞാൻ വിആർജിയാ. ഞാൻ അങ്ങോട്ട് വരിക. കൂടെ പൂത്രച്ചനും ഉണ്ട്. തന്നോടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. താനവിടെ ഉണ്ടാവുമല്ലോ. ഹലോ ഹലോ. ഒന്ന് ഒരു സൈഡ് കൊടുക്കൂ, സൈഡ് കൊടുക്കൂ. ഇവിടെ ബഹളം കൂട്ടരുത്, ആരും ബഹളം കൂട്ടരുത്. ഇതാ നമ്മുടെ റഹ്മാൻ ഇറങ്ങാൻ പോവുകയാണ്. അവിടെ ആ സൈഡിൽ മാറിക്കോ. ഇതാ നമ്മുടെ റഹ്മാൻ ഇറങ്ങി. ബഹളം കൂട്ടരുത്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ആരാധ്യനായ ശ്രീ റഹ്മാൻ ഇവിടെ വന്നു കഴിഞ്ഞു. കൂടെവിടിയിൽ തുടങ്ങി കൗമാര ഹൃദയങ്ങളെ രോമാഞ്ചം കൊള്ളിച്ച് ജൈത്രയാത്ര തുടരുന്ന ഇദ്ദേഹം തമിഴിൽ നിലവേ മലരയിൽ തുടങ്ങി പുതുപുതു അർത്ഥങ്ങൾ പോലെയുള്ള ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച് തമിഴിലെ വലിയ വലിയ സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ച് അവിടെ അജയ്യനായി തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തെ വരവേൽക്കാം. Ladies and gentlemen, the one and only റഹ്മാൻ. നമുക്ക് അദ്ദേഹത്തെ കൈയടിച്ച് സ്വീകരിക്കാം. വെൽക്കം സർ. ഹലോ ഹലോ. ഇനാഗുറേഷന് ശേഷം ഫാദർ പൂത്ര എഴുതിയ കുവല്ലേ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഡിയർ സ്റ്റുഡൻസ്, ഞാൻ തന്നെ എഴുതിയ സംഗീത സംവിധാനം നിർവഹിച്ച കാൽവരിയിലെ കൽപ്പപാതകം എന്ന കാസറ്റിന്റെ ഉദ്ഘാടന കർമ്മം എന്റെയും കൂടി ശിഷ്യനായ ശ്രീ റഹ്മാൻ നിർവഹിക്കുന്നതാണ്. ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ശ്രീ റഹ്മാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദീപം കൊളുത്തി ഇനോഗ്രേഷൻ ചെയ്താലുടൻ തിരികെ പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തെക്കുറിച്ച് നമ്മോട് 2 വാക്ക് പറയാതെ പോവില്ല. വണക്കം സർ. വണക്കം. പ്ലീസ്. നീ തമിഴ് പെണ്ണാ? ആമ സർ. വെൺപനിത്തുള്ളിപ്പൂവിൽ വീഴും നാളോ കാതൽ പൊൻവെയിൽ പാർവയ്യനെ സുടും നാളോ ഇരകായി നാനും തെன்றലായി നീയും ഇണയും ഇന്നാൾ പാടും പുതു കാതൽ ഗീതം വെൺപനിത്തുടിപ്പൂവിൽ വീഴും നാളോ കാതൽ പൊൻവെയിൽ പാർവയ്യനെ സുടും നാളോ പാടുമതിയോ സർ? പാടിക്കോ ഇപ്പോ സർ. വെൺപനിത്തുള്ളിപ്പൂവിൽ വീഴും നാളോ കാതൽ പൊൻവെയിൽ പാർവയ്യ
അടുത്തത് ഫോട്ടോ സെഷൻ പ്ലീസ്. ഞാനിവിടെ ഉണ്ട്. ഒന്ന് മാറിയ എന്നെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. Dear students, an important notice for you. Mr. Albi and Sandeep are suspended for 5 days from this campus. They should not enter into the campus or involve any other activities for these days. നീ എന്തിനാടാ സ്റ്റേജിൽ കിടന്ന ബഹളമെല്ലാം ഉണ്ടാക്കിയത്? നീ ഒരു ഒറ്റ ഒരുത്തം കാരണം ഞാനും കോളേജിൽ നിന്ന് പുറത്തായത്. എന്താടാ 3 പേരും കൂടെ ഒരു ഗൂഢാലോചന? അടുത്ത പ്ലാനും പദ്ധതിയും വല്ല ആലോചിക്കണോ? കോളേജിൽ ബോംബ് വെക്കണമെങ്കിൽ നേരത്തെ പറയണേ. ഭാര്യയും 2 കുട്ടികളുള്ളതാ. നടക്കട്ടെ. എടാ കാശുണ്ടെങ്കിൽ ഒരു 50 രൂപ തന്നെടാ. എന്റെ കയ്യിലില്ല. എടാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 500 രൂപ എടുത്ത് കയ്യിൽ വെച്ചോടെ. ഇന്നാളെ ചേട്ടൻ തന്ന 50 രൂപ തിരിച്ചു തന്നില്ലല്ലോ. അത് നിന്നോടല്ല മേടിച്ച ആൽബിനോടല്ലേ? അതല്ലേ ആൽബിനോട് ചോദിക്കാതെ നിന്നോട് ചോദിച്ചു. എന്റെ പൊന്ന് ചേട്ടാ, എന്റെ കയ്യിലില്ല. ഓ അവനാ കോട്ടും സൂട്ടും ഇറങ്ങിയേക്കണ ദരിദ്രവാസി. ചാടിച്ചാവടാ. എന്നാടാ? ഓ അങ്ങേർക്ക് ഇപ്പൊ 50 ഉലുവ വേണമെന്ന്. മനുഷ്യനിവിടെ വട്ട് പിടിച്ചിരിക്കുമ്പോഴാ ചെയർമാന്റെ കൂട്ടരുടെ അടി ഏതിലേ വരുമെന്നാ ഞാൻ നോക്കിയിരിക്കുന്നത്. കോളേജിൽ നിന്ന് ഔട്ടായതുകൊണ്ട് വീട്ടിലോട്ടും കേറണ്ട. ഓ തൽക്കാലം കേറി കിടക്കാൻ ഇതുണ്ട്. എടാ ആലോചിച്ചുകൊണ്ടിരിക്കാത്ത കാര്യം പറ. എന്ത് തന്നെയായാലും നമുക്ക് സോൾവ് ചെയ്യാം. പൊളിറ്റിക്സിലുള്ള എന്റെ ഇൻഫ്ലുവൻസിനൊക്കെ അറിയാലോ. എടാ കൊട്ടേഷൻ ടീം വേണമെങ്കിൽ അങ്ങനെ. എടാ ഞാൻ പണ്ട് മുതലേ പറയാറില്ലേ, ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ എന്നെ കാണാൻ വരാറില്ല എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ കാമുകി. അവളെ ഞാൻ കണ്ടുമുട്ടി. സ്വപ്നത്തിലല്ല, ജീവിതത്തില്. എടാ ഇതാണാ ഞാൻ വിചാരിച്ച്. ആരാടാ അത്? നമ്മൾ സ്റ്റേജിൽ കയറി രക്ഷിച്ചില്ലേ? എടാ ചെയർമാൻ അവളെ കടന്നു പിടിക്കണത് ഞാൻ കണ്ടു. അന്നേരവാ ഞാൻ അയാൾ ഇടിച്ചു മാറ്റി അവളെ രക്ഷിച്ചത്. രക്ഷിച്ച് ചെയർമാൻ കടന്നു പിടിച്ചല്ലടാ, പിടിച്ച് മാറ്റി നിർത്തിയായിരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇല്ല, അവളെ ആരും തൊടുന്നത് ഞാൻ സഹിക്കില്ല, നോക്കുന്നത് പോലും. ബാക്കി ഞാൻ പറയാം. ഞാൻ വരുന്നു, അവളെ നിന്നെയും കൂട്ടിമുട്ടിക്കുന്നു, ഒന്നിപ്പിക്കുന്നു, വിവാഹം കഴിപ്പിക്കുന്നു. അത് കഴിഞ്ഞുള്ള നിന്റെ ഐഡിയ വേണ്ട, അതെനിക്കറിയാം. എന്റെ കർത്താവേ, ഇനി നീണ്ട 4 ദിവസം. സ്വപ്നം കാണാൻ വരട്ടെ. അവളുടെ വീടിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോടാ? നാളെ നമ്മൾ 3 പേരും കൂടി മറിയയുടെ വീട് കണ്ടുപിടിക്കുന്നു. വലിയ വീടാ, നീ കോടീശ്വരനാവൂടാ. ഇതാണോടാ? ഇത് തന്നെ വീടെന്ന് തോന്നുന്നു. ഉറപ്പാണോ? ഞാൻ അവളെ ഇവിടെ വെച്ച് 1-2 തവണ കണ്ടിട്ടുണ്ട്. എന്നാ വെയിറ്റ് ചെയ്യാം. നിനക്കെന്നെ ഒരു മൂഡ് ഔട്ട്. വല്ലാത്തൊരു തലവേദന പോലെ. ഞാൻ ഒരു ചായ കുടിക്കട്ടെ? പോയിട്ട് വാ. നമസ്കാരം അണ്ണാ, സുഖമാണോ? കാണുന്നില്ലോളിയാ. ചേച്ചിക്കും പിള്ളേർക്കൊക്കെ സുഖമാണോ? സുഖം തന്നെ. മാറിപ്പോ ചേട്ടാ കാശ് ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ വെച്ചേക്ക്. ഒരു ചായ. ഇത്ര രാവിലെ തന്നെ ചുമ്മാ ഒരു രസത്തിന്. അടുത്തടുത്ത് വരുന്നുണ്ട്. കണ്ടു. ഓക്കേ മറിയ. പിള്ളേര് തെറ്റിദ്ധരിക്കും. ഓക്കേടാ, ബൈ. അവളുടെ പുറകെ നേരെ അങ്ങോട്ട് ചെന്നാലോ? കുഴപ്പമില്ല. ഹേയ് നീ വരണ്ട, ഞാൻ പോയി സിറ്റുവേഷനൊക്കെ നോക്കിട്ട് വരാം. ഓക്കെ. എന്റെ പള്ളി രാജപഞ്ചേട്ടൻ. എടാ അത് VRG ട്യൂഷൻ സെന്ററാ. അയാൾ അതിനെ തിരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ അയാളുടെ മുമ്പിൽ ചെന്ന് ചാടിയനെ. അയാൾ നിന്നെ കണ്ടോ? എടാ VRG എന്നെ കണ്ടില്ല, ആ പ്യൂൺ എന്നെ കണ്ട്. വാ നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാം, ഇരുന്നാലോചിക്കാം. എന്താടാ നീ എന്താ ഈ കണ്ണു മിഴിച്ച് നോക്കുന്നത്? എടാ ഞാൻ ആ ചായക്കടയിൽ പോയിരിക്കാന്നാ പറഞ്ഞത്. അപ്പോഴേക്കും അവൻ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്. നീ വാ. എടാ ആൽബി, ഒരു ഐഡിയ. ആ പ്യൂണിനെ കയ്യിലെടുത്താ നമ്മുടെ പരിപാടി ഓക്കെയാ, ഉറപ്പാ. എങ്ങനെ കയ്യിലെടുക്കും? അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ എന്ത് പക്ഷേ? അതിന് ഇത്തിരി ചെലവ് വരും. എടാ പിശുക്കന്നെ മുതൽ ഉറുമ്പരിക്കും. നീ ഇങ്ങനെ കാശും പോക്കറ്റ് ഇട്ട് നടക്കത്തേ ഉള്ളൂ. എടാ ചെലവാക്കേണ്ട അടുത്ത് കാശ് ചെലവാക്കിയേ പറ്റൂ.
ബോംബെയില് എനിക്കൊരു സുഹൃത്തുണ്ട്, സഞ്ജയ് സിംഗ്. ആഹാ. അവനൊരു ബംഗാളി പെണ്ണിനെ ലവ് ചെയ്തു. ഉം. ലാംഗ്വേജ് പോലും അറിയാഞ്ഞിട്ടും ശരിയാക്കി കൊടുത്തവനാണ് ഈ ഞാൻ. പിന്നെ ഒരു കാര്യം ഒളിയാ, ഒന്നിരിക്കണമെന്ന് അവനോടൊന്ന് മൂളിയാ മതി, പിന്നെ സ്റ്റാർ ഹോട്ടലിന്റെ മുമ്പിലായിരിക്കും വണ്ടി നിൽക്കുന്നത്. നീ ഇങ്ങനായി പോയല്ലോടാ. എടാ അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യുന്നത് നീ പറ. BRGയോട് നേരിട്ട് ചെന്ന് അഡ്മിഷൻ ചോദിച്ച അയാൾ ഒരുമാതിരി തട്ടാമുട്ടിയൊക്കെ ചോദിക്കും. ശ്ശേ, ഒന്നാമത് അയാൾക്ക് അയാളെ തന്നെ സംശയമാണ്. ആ പ്യൂണിനെ കറക്കി അടിച്ച് നമുക്ക് അവിടെ കേറി പറ്റണം. അങ്ങനെ കേറി പറ്റിയാൽ മിനിറ്റിനകം മറിയെ കറക്കി അടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വരും. പോരെ? അയാളെ എങ്ങനെയാ മുട്ടുന്നത്? അതൊക്കെ നീ കണ്ടോണം. തൽക്കാലം അളിയം വാ, നമുക്ക് ഒരു ചായ കുടിക്കാം. നോട്ടം കണ്ടില്ലേ? ചേച്ചി, 2 ഓംലെറ്റ്, 1 സൈഡ്. ചേട്ടന് ദേഷ്യം വന്നടാ. അതോ കൈ പൊള്ളി. അയ്യേ, കുടിക്ക്, നല്ല സ്പെഷ്യൽ ചായ. അതോ എടാ കുറച്ച് തണുത്ത വെള്ളം കൂടെ എടുക്ക. 50 രൂപയല്ലേ? മനഃപൂർവ്വം സോപ്പ് ഇടുകയെന്ന് വിചാരിക്കല്ലേ. എവിടെ നോക്കട്ടെ. എന്റെ അമ്മോ, ഹായ്, നല്ല ഓംലെറ്റ് സ്മെല്ലാണല്ലോ. പിന്നെ ഇതെന്ത് പറ്റി? വണ്ടി പിടിക്ക്, ആശുപത്രി കൊണ്ടുപോകാൻ. വേണ്ട, വണ്ടി വേണ്ട. ഈ തെണ്ടിയുടെ തോർത്ത് തീ വെച്ച് നശിപ്പിച്ചാ മതി. ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. ആടു പാമ്പേ, ആടാടു പാമ്പേ, ആടാടു പാമ്പേ, ആടു പാമ്പേ, ആടു പാമ്പേ, ആടാടു പാമ്പേ. എന്നാലും എന്റെ ചേട്ടാ, ഓ, ചേട്ടൻ ആളൊരു ഭയങ്കരനാണല്ലോ. ചേട്ടന്റെ ഒടുക്കത്തെ ഗ്ലാമർ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചത് ചേട്ടൻ ഇവിടുത്തെ സാറാണെന്നാ. അല്ലടാ? അതേടാ, പഠിപ്പിക്കുന്നില്ലേലും ഞാനിവിടുത്തെ സാറ് തന്നെയാ. ഞാനതിന്റെ മാനേജിങ് പാർട്ട്ണറാണ്. എന്ത് വേണമെന്നും ഞാൻ തീരുമാനിക്കും. എന്റെ ചേട്ടാ, ചേട്ടനെ ഈ കാണുന്ന പോലൊന്നും അല്ലല്ലോ. നീ എന്താ എന്നെ വിളിച്ചത് ചേട്ടാന്നാ? ഇവൻ ഇന്നലെ എന്നെ സാറേന്ന് വിളിച്ചു, ഇപ്പൊ എന്നെ ചേട്ടാന്ന് വിളിക്കണം. കുറച്ച് കഴിയുമ്പോ ഇവൻ എന്നെ അതൊക്കെ പോട്ടെ ചേട്ടാ. ചേട്ടാ മരിയുടെ കാര്യം പറയട്ടാ. നിനക്കൊക്കെ അറിയേണ്ടത് മരിയുടെ കാര്യമല്ലേ? എനിക്കറിയാം. നീയൊക്കെ അവിടെ അഡ്മിഷൻ മേടിക്കുന്നത് എന്തിനാണ്? ട്യൂഷൻ സെന്ററിന്റെ മേളിൽ കയറിയാൽ മരിയുടെ വീട് കാണാം. മാത്രമല്ല ട്യൂഷൻ സെന്ററിൽ വെച്ചും മരിയെ കാണാം. എന്നാ കേട്ടോ, മരിയ അവളൊരു പാവം പെൺകുട്ടിയാണ്. അവക്കൊരാങ്ങളുണ്ട്, ഡാനി. അവനാളൊരു പുലിയാണ്. പക്ഷെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ജീവനാണ്. പക്ഷെ അവളുടെ നേരെ ആരെങ്കിലും ഒന്ന് നോക്കിയാ അവരുടെ കണ്ണൂത്തി പൊട്ടിച്ചു കളയും. പിന്നെ ഫെർണാണ്ടസ്, മരിയയുടെ പപ്പ, എന്തോ ഒരു വലിയ ബിസിനസ് ആണെന്ന് എനിക്കറിയാം. എന്ത് ബിസിനസ് ആണെന്ന് എനിക്കറിയില്ല. നോക്കിയിരിക്കാതെ പറഞ്ഞ വഴി. അവളുടെ അമ്മയും പിന്നെ ഒരു ആങ്ങളെയും ശ്രീലങ്കയിലോ മറ്റോ ആണ്. പിന്നെ അവിടെ ഒരു സാധനമുണ്ട്, ഒരു സെക്യൂരിറ്റി കൂതറ. അവൻ എനിക്ക് കണ്ണെടുത്താൽ ഇതിപ്പോ കൂതറയായി. ഞാനിപ്പോ ചേർന്തിയടാ. ഇവിടെ ഉണ്ടോ? ഇരുന്നാട്ടെ. നല്ല സുഖം. അപ്പൊ ചേട്ടാ, ഞങ്ങളുടെ അഡ്മിഷന്റെ കാര്യം? എടാ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. നാളെ രാവിലെ ധൈര്യമായിട്ട് പോരാ. പിന്നെ ചേട്ടാ, ഈ VRG ആളെങ്ങനെയാ? പലരും പറയുന്നത് ആളൊരു ചെറ്റയാണെന്നാണല്ലോ. അലവലാതി. അവരെന്റെ ആത്മാർത്ഥ സുഹൃത്താ. സോറി ചേട്ടാ, അറിയാതെ. എന്തോന്നറിയാതെ? നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ തരാന്ന് പറഞ്ഞത് എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ. മരിയോടുള്ള സ്നേഹം ആത്മാർത്ഥാണെന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ VRG വിധിക്കാൻ അങ്ങോട്ടും വരണ്ട. സോറി ചേട്ടാ. ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ. ഓ, cheers. നമുക്കിനി പോവാൻ ചേട്ടാ. പോയേക്കാം. പോണല്ലോ. നീ ഒന്ന് പിടിച്ചോ അപ്പുറത്ത്. അളി അപ്പുറത്ത് പിടിച്ചോ. എന്താ ചേട്ടാ ഇത്? ഒരു തത്തുള്ള പരിപാടി കാണിക്കല്ലേ? വെച്ചാ അവിടെ തൂക്കി വിറ്റാ 10-32 രൂപ. ഒന്നും വേണ്ട, വാ പോവാ. അതെന്തിനാ ചേട്ടാ? പോടാ. എന്താണ് മദ്യം പ്രത്യക്ഷപ്പെട്ട? എല്ലാം കൂടെ കുത്തി കയറ്റി എടുത്തോണ്ട് പോകേണ്ടി വരും. എന്തോ നാടായത്. മതി മതി. വേണ്ട, ഇനി കുളിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു. നോക്കളിയാ മരിയുടെ വീട്.
ഇത് ആന കരിമ്പിൻ കാറ്റി കയറിയ പോലെ ആകുവാ. ഈ assignment complete ചെയ്തായിരുന്നോ? മനസ്സിലാവുന്നില്ല. ഓക്കെ ഇങ്ങോട്ട് നോക്കേ First and final warning, don't repeat it. ഫസ്റ്റ് വാണിംഗിൽ തന്നെ ഫൈനൽ വാണിംഗ് നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ സംഭവം ഇതായിരിക്കും. ഹോ, അങ്ങോട്ട് തള്ളിയിരിക്കും. എനിക്ക് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. ഓഫീസ് അടച്ചേക്കണം. ശരി, രാവിലെ ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. നേരത്തെ തുറന്നേക്കണം. നേരത്തെ തുറത്തേക്കാം. ഇയാൾക്ക് ശ്വാസം വിട്ടു നടന്നോടെ. എന്താ പറ്റി? വണ്ടി എടുത്ത്. എടാ ഹെൽമെറ്റ് ചെക്കിങ് മറ്റോ ആണെന്ന് ഇത്ര ആൾക്കൂട്ടം. എടാ നീ വണ്ടി വിട്. പ്യൂൺ അടച്ചിട്ട് അയാളുടെ വീട്ടിൽ പോകും. അതിനു മുമ്പ് അവിടെ ചെല്ലണം. നമ്മുടെ വിയർജി അല്ലടാ. എടാ നീ വണ്ടി ഇവിടെ വിടേ. കൊണ്ട് തോറ്റു ഒരു അവസരം കിട്ടിയപ്പോ അതും കളയാൻ വേണ്ടി. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല. പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഊരിക്കൊണ്ടുവരാൻ വിയാർജിക്കറിയാം. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. പക്ഷെ ചേട്ടാ, ഒരു പെൺകുട്ടിയെ വലിച്ചോണ്ട് പോകുന്നതും പുറകെ 2-3 പേര് വന്ന് അടിക്കുന്നതും അറിയാ. വേണ്ട വേണ്ട വേണ്ട. അയാൾ ചിലപ്പോ പെൺകുട്ടിയോ തള്ളയോ പിടിച്ചു കൊണ്ടുപോന്നിരിക്കും. അടിയോ ഇടിയോ വെടിവെപ്പോ ഉണ്ടായെന്നിരിക്കും. നിങ്ങൾ അത് അന്വേഷിക്കണ്ട. സാധനവും തീർന്ന. ചിലപ്പോ പല പെണ്ണുങ്ങളും അയാളെ തേടി ഇവിടെ വന്നിരിക്കും. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അയാളെ എനിക്കറിയാം. പിന്നെ കൊച്ചു കള്ളൻ കഴിഞ്ഞ ദിവസം വരുത്തി കുണുങ്ങി ഇവിടെ വിളിച്ച് കയറുന്നത് ഞാൻ കണ്ടല്ലോ. രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ. മതി. നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ മേടിച്ചു തന്നിരിക്കുന്നത് അയാൾക്കിട്ട് പാരപണിയനും അയാളുടെ സ്വകാര്യ കാര്യങ്ങൾ അന്വേഷിക്കാനുമല്ല. അയാൾ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്. എടാ, ഇങ്ങനെ പോയാൽ നാളെ എനിക്കിട്ട് നിങ്ങൾ പണിയല്ലോ. അയ്യോ ചേട്ടാ, ഞങ്ങള് എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ സൗകര്യം ഒരുക്കി തന്നത് വിആർജിയോട് എനിക്ക് വിരോധമായിട്ടല്ല. നിങ്ങളുടേതുപോലൊരു ബാല്യം എനിക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയോ, സമപ്രായക്കാരുടെ ജീവിതം കൊണ്ട് കൊതിച്ചു വളർന്നവനാ ഞാൻ. ഇഷ്ടപ്പെട്ട പെണ്ണ് അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പോലും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. 10-15 പെണ്ണുങ്ങളെ ഞാൻ സ്നേഹിച്ചു. അവരൊക്കെ പലരെ സ്നേഹിച്ചു പോയി. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ സൗകര്യങ്ങൾക്ക് ഞാൻ കൂട്ടുനിൽക്കുന്നത്. മതിയായി, എനിക്കെല്ലാം മതിയായി. ഇനി ഒന്നിനും ഞാനില്ല. എന്നോടൊന്നും പറയാൻ വേണ്ട. എന്റെ ഷെയർ 50 രൂപയുണ്ട്. ബാക്കി എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ചേട്ടാ, എന്ത് മര്യാദയാടാ നീ കാണിച്ചത്? അയാളെ പിണക്കി വിട്ടപ്പോ എല്ലാം കുളമായില്ലേ? നേരത്തെ അയാൾ പറഞ്ഞില്ലേ വിആർജി കുറിച്ച് ചോദിക്കരുതെന്ന്? എടാ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു? ഓരോരോ തരത്തിൽ വലിച്ചടിപ്പിക്കാൻ നോക്കുമ്പോ എല്ലാം തകർക്കുവാണല്ലോടാ നീ. ശരിക്കും ചതിക്കുമല്ലേടാ നീ ചെയ്യുന്നത്? ഉപകാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കല്ലേടാ നീ. അത് ശരി, ഇപ്പൊ ഞാൻ കുറ്റക്കാരനായി. എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വേണം. എടാ, അന്തസ് വേണം. പിന്നെ ഞാനിപ്പോ പ്യൂണിനെ സൂചിപ്പിക്കാം. നീ ആണാണോടാ? നിനക്ക് ആണത്തുണ്ടോടാ? എടാ, ആണത്തുണ്ടെങ്കിൽ നീ പോയി നേരിട്ട് മുട്ടിയിരിക്കും. അതിനൊരു പ്യൂണിനെ സപ്പോർട്ട് വേണ്ട. നിനക്ക് ഉറപ്പുണ്ടോടാ? അവന്റെ ഒലത്തിയ പ്രേമം. ഇന്നലെ ഞാൻ മയങ്ങവേ
സ്വപ്നത്തിൽ വന്ന സുന്ദരി ഇഷ്ടമെന്നു ചൊല്ലി മറഞ്ഞേ പോയി അവളെങ്ങോ മറഞ്ഞേ പോയി അവളെങ്ങോ മറഞ്ഞു പോയി. ഇഷ്ടം തരാനാളില്ല, മോഹം നെഞ്ചിൽ പൂത്തില്ല, കരയാനോ കണ്ണീരില്ല. ഇഷ്ടം തരാനാളില്ല, മോഹം നെഞ്ചിൽ പൂത്തില്ല, കരയാനോ കണ്ണീരില്ല. കുഞ്ചാൻ ചുണ്ടിൽ വാക്കില്ല, തൊട്ടാൽ പൊട്ടും വയസ്സല്ല, പ്രേമം കാട്ടാൻ അറിയത്തില്ല. എൻ കൺമണി പെൺമണി അരികിൽ നീ ഒരു വട്ടം വാ വാ. ഈ കുളിരിടും രാത്രിയിൽ എന്നാണേ നിന്നാണേ ആടാനും പാടാനും കൊതിയാണടി പെണ്ണേ നീ വാ വാ. മുത്തേ പൊന്നേ പൊന്നിൻമണി കണ്ണേ കരുമ്പേ കണ്ണിൻമണി ഒരു മുത്തം തായൻ പൈങ്കിളി. ഇനിയൊരു മറുപടി നീ തന്നാ മതി. ഇനി ഞാൻ പാടും സ്നേഹത്തിൻ ഗാനം നിന്നനുരാഗം ഭാവം. ഇരുമയാണേലും ഒരുമിച്ചൊന്നാകാൻ എന്ന ആത്മാവിൽ താളം നീ കേൾക്കും. എന്നും നീയാണൻ സംഗീതം. മുത്തേ പൊന്നേ പൊന്നിൻമണി കണ്ണേ കരുമ്പേ കണ്ണിൻമണി ഒരു മുത്തം തായൻ പൈങ്കിളി. ഇനിയൊരു മറുപടി നീ തന്നാ മതി. ഇഷ്ടം തരാനാളില്ല, മോഹം നെഞ്ചിൽ പൂത്തില്ല, കരയാനോ കണ്ണീരില്ല. കൊഞ്ചാൻ ചുണ്ടിൽ വാക്കില്ല, തൊട്ടാൽ പൊട്ടും വയസ്സല്ല, പ്രേമം കാട്ടാൻ അറിയത്തില്ല. ഇനി ഞാൻ തേടും മൗനത്തിൻ നാദം എന്നഭിലാഷം ദാഹം. കൽബിൻ വിളി കേൾക്കാൻ കാതോർത്തിന്നോളം അകലും നേരം ഞാൻ തേങ്ങുന്നതാർക്കാൻ. എന്നും നീയാണെൻ സാബല്യം. മുത്തേ പൊന്നേ പൊന്നിൻമണി കണ്ണേ കരുമ്പേ കണ്ണിൻമണി ഒരു മുത്തം തായൻ. ഇനിയൊരു മറുപടി നീ തന്നാ മതി. ഇഷ്ടം തരാനാളില്ല, മോഹം നെഞ്ചിൽ പൂത്തില്ല, കരയാനോ കണ്ണീരില്ല. കൊഞ്ചാൻ ചുണ്ടിൽ വാക്കില്ല, തൊട്ടാൽ പൊട്ടും വയസ്സല്ല, പ്രേമം കാട്ടാൻ അറിയത്തില്ല. എൻ കൺമണി വെൺമണി അരികിൽ നീ ഒരു വട്ടം വാ വാ. ഈ കുളിരിടും രാത്രിയിൽ എന്നാണേ നിന്നാണേ ആടാനും പാടാനും കൊതിയാണടി പെണ്ണേ നീ വാ വാ. മുത്തേ പൊന്നേ പൊന്നിൻമണി കണ്ണേ കരുമ്പേ കണ്ണിൻമണി ഒരു മുത്തം തായൻ പൈങ്കിളിയേ. ഇനിയൊരു ചെറുവരി മറുപടി നീ തന്നാ മതി. മുത്തേ പൊന്നേ പൊന്നിൻമണി കണ്ണേ കരുമ്പേ കണ്ണിൻമണി ഒരു മുത്തം തായൻ പൈങ്കിളി. ഇനിയൊരു ചെറുവരി മറുപടി നീ തന്നാ മതി. അപ്പൊ ഭാറി പോയി അടിച്ചു പൊളിച്ച് വന്നിരിക്കണല്ലേ, നമ്മൾ മാത്രം മിസ്പേഴാകൂലി.
നീ അവളെ തന്നെ നോക്കിയിരിക്കാതെ ഏതൊരു പെൺകുട്ടിയെ വായി നോക്കിയിരുന്ന അവള് മൈൻഡ് ചെയ്യില്ല. പ്രേമത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് പോലും നീ പഠിച്ചില്ലെന്ന് പറഞ്ഞ കഷ്ടം. ഞാൻ ചെയ്യുന്ന കണ്ട് നീ പഠിച്ചോ. കണ്ട മോനെ വരണത്. ഹായ് മരിയ, എന്തുണ്ട് വിശേഷം? പിന്നെ ഞാൻ സന്ദീപ്, ഇത് ആൽബി. I'm Maria from Ceylon, Kilinochchi. May I know your whereabouts? Yes, see you. മരിയ come. എന്താടാ നീ അവള് ചോദിച്ചതിന്റെ ഉത്തരം പറയാതിരുന്നത്? എടാ സത്യമായിട്ട് എനിക്ക് അവള് പറഞ്ഞ ഇംഗ്ലീഷ് മനസ്സിലായില്ല. പൂവർ ഇംഗ്ലീഷ്. എടാ അവള് ചോദിച്ചത് നമ്മുടെ ഡീറ്റെയിൽസാ. അതെയോ? ഞാൻ പഠിച്ചത് ബോംബെ ഇംഗ്ലീഷ്, ഇതൊരു സിലോൺ ഷോവാ. എടാ ആൽബി, മരിയ നിന്നെ വിളിക്കുന്നു. എന്നെയല്ല നിന്നെയാ. നീ ചെല്ല്. നീ കൂടെ വാടാ, എന്നെ ഒറ്റയ്ക്ക് അവളുടെ അടുത്തേക്ക് വിടാതെ. നീ ചെന്നാ മതി. നിങ്ങൾ കാണിച്ച അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ടു, എല്ലാം കൊള്ളാം. പക്ഷേ ഇനി ആവർത്തിക്കരുത്. Don't disturb me. മൊബൈലിൽ ഫോട്ടോ എടുത്തതും ഭിത്തി ചാടിക്കടന്നതും ഒക്കെ കണ്ടു. ഇനി ആകാശത്ത് നിന്ന് ചാടി കാണിച്ചാലും ഒരു പ്രയോജനമില്ല. I am not interested. Not interested? No, never. Thank you. Idiots. സമാധാനമായി. അവൾക്ക് എന്തായാലും മലയാളം അറിയാലോ. ഇനി 2 തെറി പറഞ്ഞാലും മനസ്സിലാവുമല്ലോ. അതെ വേണ്ട പ്ലീസ് ഒന്ന് പറയല്ലേ. കൊച്ചേ, സൂക്ഷിച്ച് പോണോന്ന് പറയായിരുന്നു. ബാബച്ചിതാ വരുന്നേ. നീ എന്താടാ ഒന്നും പറയാതിരുന്നത്? ഫ്ലൈയിങ് ക്ലബ്ബിൽ ചേരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. പക്ഷേ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കും പ്രതീക്ഷയില്ലായിരുന്നടാ. ഇന്ന് ജോയിൻ ചെയ്യണമെന്നുള്ള ലെറ്റർ രാവിലെ കിട്ടിയത്. സമയം പോകുന്നു. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെടാ. ഓക്കെടാ. അമ്മ ശരി. നാളെ കാണാം. അമ്മയെ 8 മണിക്ക് ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിരുന്നതാ. ഇപ്പൊ തന്നെ സമയം 7:50. അൻവറിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്താ മാർഗം? എടാ നാളെ നമുക്ക് ഇരിക്കാം. അതിനുള്ള ഐഡിയ നാളെ പറയാം. See you. അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഓക്കെ മച്ചാ, ഗുഡ് നൈറ്റ്. ആൽബി സന്ദീപ്, സന്ദീപ് എന്താടാ? ഇവന്മാരൊക്കെ ആരാ? എന്തിനാടാ നമ്മളെ അടിച്ചത്? നല്ല കാര്യമുണ്ട്. നാണക്കേടായി. അടി കിട്ടിയാലെന്ത്? നിനക്ക് ചിരിയാ? എനിക്കാണെങ്കിൽ അനങ്ങാൻ വയ്യ. എവിടെങ്കിലും പോയി എണ്ണത്തോണി കിടക്കണം. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലോ അടി കിട്ടിയത്. നിന്റെ പ്രേമത്തിന് വേണ്ടിയല്ല ഞാൻ എന്റെ കയ്യിലിരിപ്പ് മോശമാക്കിയത്. അത് നീ മറന്നോ? എനിക്കിത് തന്നെ വരണം. സാരമില്ല, നീ ഇതല്ല ഇതിനപ്പുറവും പറയുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. പിന്നെ ഒരു സംശയം, അവന്മാരെ കൊണ്ട് മരിയെ നമ്മളെ അടുപ്പിച്ചതല്ലേ? ഞാൻ അവളെ ചീത്ത വിളിക്കാൻ പോയേന്. ഒരിക്കലും അല്ല. നമ്മൾ അന്ന് അവരെ സ്റ്റേജിൽ നിന്ന് തള്ളി ഇറക്കിയതിന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി അവന്മാർ ചെയ്ത് പണിയാ. ശരി,
അവളുടെ മനസ്സറിയാൻ, നിന്നോട് സ്നേഹം ഉണ്ടോ എന്നറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റോ? പണ്ട് ഞാൻ ബോംബെയിലായിരുന്നപ്പോ ഞാനും എന്റെ സുഹൃത്ത് സഞ്ജയ് സിംഗും കൂടി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണ്. നീ ഇത് പുറത്തു പറയരുത്. എന്താ അത്? ഒരു പെൺകുട്ടി നടന്നു വരുമ്പോ നമ്മൾ അവളുടെ എതിരെ നടക്കുക. യാതൊരു കാരണവശാലും ഗവനിക്കരുത്. പ്രത്യേകിച്ച് നീ. നിനക്ക് അവളെ കുറച്ച് നോട്ടം കൂടുതലാ. ബാക്കി പറ. ഈ പെൺകുട്ടിയെ ഗൗനിക്കാതെ നേരെ നടക്കുക. ക്രോസ് ചെയ്യുമ്പോ അവിടെ നിന്നും 10 സ്റ്റെപ്പ് എണ്ണുക. എന്നിട്ട് തിരിഞ്ഞു നോക്കുക. സാധാരണ ഏത് പെണ്ണും തിരിഞ്ഞു നോക്കും. ഇനി തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ 3 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുക. അവള് നോക്കിയിരിക്കും. എന്നിട്ടും അവള് നിന്നെ നോക്കിയില്ലെങ്കിൽ ഈ ജന്മത്തിലെന്നല്ല വേറെ ഒരു ജന്മത്തിലും അവള് നിന്നെ നോക്കാൻ പോകുന്നില്ല. നീ അവളെ അങ്ങ് ഉപേക്ഷിക്കുന്നത് തന്നെയാ നല്ലത്. നീ അങ്ങനൊന്ന് നടന്നു നോക്ക്. അവള് നോക്കുന്നേ ഇല്ലെങ്കിൽ അവളെ 2 ചീത്ത പറയണം. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. ഓ, ഇതായിരുന്നോ? ഇതൊക്കെ വല്ല കൊച്ചു പിള്ളേരും ചെയ്യും. എടാ ആൽവി, നീ 9 സ്റ്റെപ്പേ വെച്ചുള്ളൂ. കണക്ക് തെറ്റിപ്പോയി. പിന്നെ നീ ആശാനായി എനിക്കിട്ട് വേല വെച്ചത് കൊണ്ട് ഈ ജന്മം ഇത് ശരിയാവില്ലട മോനെ. ആൽബി, എടാ നിനക്കെന്താ വാട്ട് പിടിച്ചോ? എനിക്ക് കിട്ടില്ല. എനിക്ക് കിട്ടില്ല. എനിക്ക് കിട്ടില്ല. നീ അല്ലടാ പറഞ്ഞത് മര്യാദയ്ക്ക് കിട്ടില്ലെന്നോ? എനിക്ക് കിട്ടില്ല. എനിക്ക് കിട്ടില്ല. എനിക്ക് കിട്ടില്ലടാ. ഇംഗ്ലീഷ് കണ്ടുപിടിച്ചവന്റെ തന്തക്ക് വിളിക്കണം. അതൊന്നും മനസ്സിലാവും. എടാ പടേ, പടം പിടിക്കാനാ. സത്യമായിട്ട് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പടത്തിൽ ജൂലി തന്നെയാ നായിക. VRJ വില്ലൻ ഹാക്കല്ലേ. ഇപ്പൊ വരും. VRJ സാറിന് ഞാനൊരു വേഷം വെച്ചിട്ടുണ്ട്. കൊള്ളാം. ബാറ്ററിയുടെ ചാർജും തീർന്നു. ഇന്നലെ ആണെങ്കിൽ ചാർജ് ചെയ്യാനും മറന്നു. ആൽബി ഒന്ന് വിളിക്കാൻ വേണമല്ലോ. ചേട്ടാ, ഇവിടുത്തെ ഫോണിൽ നിന്ന് ഒരു കോള് വിളിച്ചോട്ടെ. ഇവിടത്തെ VRJ പൂട്ടി വെച്ചേക്കടാ. മൊബൈൽ തുടരുത്. ഒന്ന് പോയിന്റ് രായപ്പൻ ചേട്ടാ. എടാ ഔട്ട് ഗോയിങ് ഇല്ല, പൊളിക്കരുത്. കാലിയാണല്ലേ ഇത്. അപ്പൊ ഈ കാണുന്ന കളർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതും പൊളിഞ്ഞു. ഇപ്പൊ ഔട്ട് ഗോയിങ്ങും ഇല്ല, ഇൻകമിങ്ങും ഇല്ല. അവിടെ തന്നെ ഇരിക്കട്ടെ. ഏയ് സന്ദീപ്, ഇതിന്ന് വിളിച്ചോളൂ. വിളിച്ചോ? എന്തിനാ മടിക്കണത്? മേടിച്ച് വിളിച്ചോ. ബില്ല് അവളല്ലേ അടക്കണത്. എന്തിനാ മടിക്കണം? മേടിച്ച് വിളിക്കടാ. പ്ലീസ് ടേക്ക് യുവർ ടൈം. വിളിക്കടാ. യെസ്.
Dear Maria, tomorrow evening 5 p.m. Hotel Ramada. Are you ready for... നോക്കടാ. ഓക്കെ. Listen everybody. You, Sandeep and Albi. Today I have an important message for you. നിങ്ങൾ ഇത് കണ്ടോ? ഇവർ 3 പേരും എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇവരെ പ്രണയം നടിച്ചു വശീകരിച്ച് കാമവെറികളിൽ അകപ്പെടുത്തി അത് മൊബൈൽ ഫോണിലും മറ്റ് ക്യാമറകളിലും പകർത്തി ലോകം മുഴുവനും കാണിച്ച് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ഒരു ഗ്യാങ് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ട്രാപ്പിൽപ്പെട്ട ഈ പെൺകുട്ടികൾ അവസാനം ആത്മഹത്യ ചെയ്തു. ഇവരെ കൊന്നവർ ഇന്നും അടുത്ത ഇരകളെ തേടി അലയുന്നു. അതുകൊണ്ട് അവരവർ തന്നെ സൂക്ഷിക്കുക. ആൻഡ് യു, സന്ദീപ് ആൻഡ് ആൽബി, നിങ്ങളും അങ്ങനത്തെ ഗ്യാങ്ങിൽ പോയി വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. ആൻഡ് വൺ മോർ തിങ്, യു സന്ദീപ്, നോ മോർ ഷൂട്ടിംഗ് ഇൻ ആൻഡ് അറൌണ്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സർ, അത് നോ കമന്റ്സ്. എടാ, എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വാചകം അടിക്കുന്ന വിആർജി ഇന്ദു മിസ്സുമായി ഒരു ലൈൻ അല്ലേ എന്നൊരു സംശയം. ഓ, ഇത് പറയാനാണ് ഇവിടെ വരെ വന്നത്. VRG ഇന്ദു മിസ്സിനെ കെട്ടാൻ പോകുന്നെന്ന് കോളേജ് മുഴുവൻ പാട്ടാ. പിന്നെ വേറൊരു ന്യൂസ് കൂടി ഞാൻ അറിഞ്ഞു. അത് പറയാൻ വേണ്ടിയിട്ടാ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ. മരിയ ഒരു തമിഴ് പയ്യനുമായിട്ട് ലോഹത്തിലാണെന്നുള്ള കാര്യം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു. അവരെ അവൻ കണ്ടത് അത്ര നല്ലൊരു സാഹചര്യത്തിലല്ല. നീ വിഷമിക്കണ്ട. എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലേലും അത് നമുക്ക് പറ്റിയ ബന്ധമല്ലായിരുന്നു. നീ അതങ്ങ് വിട്ടേക്ക്. അതെ, നമുക്ക് പറ്റിയ ബന്ധമല്ല, എനിക്ക് പറ്റിയതാ. ആൽബി, ഒരു ഗസ്റ്റ് ഉണ്ട്. ആ, ഓക്കെ. ആ, ജോണിച്ചാനോ? ആഹാ, എത്തിയോ? നിന്റെ ചേട്ട സണ്ണിച്ചൻ എന്നെ വിളിച്ച് ഭയങ്കര ബഹളം. നിന്നെ വന്ന് ഞാൻ ഉടൻ കാണണമെന്ന് പറഞ്ഞ്. വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നീ പറയുന്നു ഇവിടെ പ്രശ്നമൊന്നുമില്ലാന്ന്. കുട്ടിക്കാനത്തിരിക്കുന്ന സണ്ണിച്ചൻ എന്നോട് വിളിച്ച് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ എന്നോട് സത്യം പറ, എന്തിനാ ഗുണ്ടകൾ നിന്നെ ആക്രമിച്ചത്? അത് വെറും ക്യാമ്പസ് പൊളിറ്റിക്സ്. എടാ, ഞാൻ എന്താ പറയേണ്ടത്? നിന്റെ മമ്മിയാ. മമ്മി, അവിടെ എന്താ മോനെ പ്രശ്നം? ആരാ നിന്നെ തല്ലിയത്? ഇവിടെ ഒരു പ്രശ്നവുമില്ല മമ്മി. മമ്മി പേടിക്കണ്ട. ഹലോ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കടാ. ഓക്കെ ഓക്കെ ജോണിച്ചേ. ഓക്കേടാ. ഗുഡ് നൈറ്റ്. ആൽബി, ഒരു കാര്യം കൂടി. ആ മരിയയുടെ ബ്രദർ ഡാനി ആള് ഭയങ്കരനാ. നീ ഉദ്ദേശിക്കുന്ന പ്രൊഫൈലുള്ള ആളല്ല അവൻ. പിന്നെ നമുക്ക് ചേരുന്ന ബന്ധമല്ല. നീ അതങ്ങ് വിട്ടേരും. സാറിനെ ആരോ കൂടെ കൂടെ ശല്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ എനിക്ക് വന്ന മെസ്സേജാണിത്. ആരുടെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ ഓരോ സംഭവങ്ങളും ഈ ജോണിച്ചായൻ എങ്ങനെ അറിയുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ ഭാഗ്യവാനാടാ. നിന്നെ അന്വേഷിക്കാൻ എത്ര പേരാ. ഇന്നലെ രാത്രി കൂടി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, എന്ത്? എന്നെ ആരും തല്ലിക്കൊല്ലുന്നില്ലല്ലോ എന്ന്. മൊത്തത്തിൽ രണ്ടുപേരും ഒന്ന് കളർഫുൾ ആണല്ലോ. എന്തൊക്കെയുണ്ട് ജൂലി വിശേഷം? ബെസ്റ്റ് റിംഗ് ടോൺ. ഓക്കെ, ഇത് വെച്ചുകൂടായിരുന്നോടാ. I don't want any explanation. പിന്നെ എനിക്കൊരു സംശയം, സന്ദീപ് ആരുടെ പിറകെയാണ്? മെസ്സേജ് അയക്കുന്നത് ഒരാൾക്ക്, വീഡിയോ എടുക്കുന്നത് മറ്റൊരാളുടെ. എന്താണ് നിന്റെ ഉദ്ദേശം? Tell me. I say you are out of this institution. You are dismissed.
ആൽബിയുടെ വഴി ആൽബിക്ക് തീരുമാനിക്കാം. ഇവിടെ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. ഇഫ് നോട്ട് യു കൻ ഓൾസോ ഗോ. മാറങ്ങോട്ട്. യുവന്മാർക്ക് എന്തു പറ്റി? ആൽബിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ മരിയ വിട്ടേക്കാൻ, നീ കേട്ടില്ല. എന്നിട്ടിപ്പോ മരിയയുടെ ചേട്ടൻ ഡാനി നിന്നെ മാർക്ക് ചെയ്തിരിക്കുക ചുവന്ന മഷിക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഇത്രയും കാലം നിന്നെ കൂടെ കൊണ്ടുവരുന്ന എന്നെ വേണം പറയാൻ. ഡാനി, നിന്റെ ഉദ്ദേശം എനിക്കിപ്പോ മനസ്സിലായി. എല്ലാം മനസ്സിലായല്ലോ. ഇനി മറിയയുടെ പുറകെ നടന്നാൽ ഈ ഭൂമിക്ക് മേലെ നീ കാണില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡാനി പറഞ്ഞതാ. ഡാനി 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 എന്താ എന്നെ വിഴുങ്ങോ? നീ ഡാനിയോട്ട് എന്താ ബന്ധം? എനിക്കിപ്പോ അറിയണം. പറയടാ, എന്തിനാ നീ മരിയക്ക് മെസ്സേജ് അയച്ചത്? പറയാതെ നിന്നെ ഞാൻ വിടില്ല. മമ്മി, ഓ നീ വന്നോ? എന്തുവാടാ ഇത്? എന്താ? സണ്ണിച്ചൻ ഒന്ന് പറയുന്നു, ജോണിച്ച മറ്റൊന്ന് പറയുന്നു. മനസ്സിന് ഒരു സമാധാനം ഇല്ലല്ലോ. മമ്മിക്ക് ഇവിടെ എന്തിന്റെ സമാധാനക്കേടാ? നിന്നെ ആരെങ്കിലും അടിച്ചെന്ന് കേട്ടാ വീട്ടിൽ ഇരിക്കുന്നവർക്ക് വല്ല സമാധാനം ഉണ്ടോ? അത് പിന്നെ മമ്മി. വേണ്ടടാ, നീ വെറുതെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. നിന്റെ കോളേജില് മരിയാന്നൊരു കുട്ടി പഠിക്കുന്നുണ്ടോ? അങ്ങനെ എത്ര മരിയമാര് കോളേജിൽ പഠിക്കുന്നുണ്ടോ മമ്മി? എടാ, സണ്ണിച്ചായനും ജോണിച്ചനും പറഞ്ഞ മരിയ. നിനക്ക് ഓർമ്മയുണ്ടോ അവളുടെ ആങ്ങളമാരായ ഡാനിയെയും ഡോണിനെയും? റോസി ടീച്ചറെ നിനക്ക് ഓർമ്മയുണ്ടാവില്ല. ടീച്ചറും ഞാനും ദിണ്ടിഗൽ സെന്റ് ജൂഡ് സ്കൂളിലെ അധ്യാപകരും ആത്മസുഹൃത്തുക്കളുമായിരുന്നു. റോസി ടീച്ചറിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടപ്പോൾ സിലോണിലേക്ക് പോയതാ. പിന്നെ അവരെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച സണ്ണിച്ചൻ പറഞ്ഞപ്പോഴാ റോസി ടീച്ചർ മരിച്ചെന്നും മരിയ അവരുടെ മകളാണെന്നും ഞാൻ അറിയുന്നത്. മരിയ പാവമായിരിക്കും, പക്ഷെ അവളുടെ ആങ്ങളമാര് ഡാനിയും ഡോണും സണ്ണിച്ചനും ചാക്കോച്ചനുമായി കൊച്ചുനാൾ മുതലേ ശത്രുതയില. പിന്നെ അവർക്ക് സിലോണിലുള്ള ഏതോ തീവ്രവാദി സംഘടനയുമായി ബന്ധമുണ്ടെന്നാ ആളുകൾ പറയുന്നേ. മോനെ, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആശ ഉണ്ടെങ്കിൽ അതും കളഞ്ഞേക്ക്. വെറുതെ ആവശ്യമില്ലാത്ത ഏടാകൊടുത്തി ചെന്ന് ചാടണ്ട. സണ്ണി പാവമാ, ചാക്കോച്ചനാണെങ്കിൽ പട്ടാളത്തി. അവന്റെ സ്വഭാവം നിനക്കറിയാലോ, ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്തവനാ. മമ്മി, ഇറച്ചി വെന്തിട്ടുണ്ട്, കൊണ്ടുവരട്ടെ? ഞാൻ വന്നെടുത്തോളാം. ഞാനിപ്പോ കൊണ്ടുവരാമേ. കോളേജിൽ വെച്ച് ആദ്യം മരിയെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളെ നല്ല പരിചയം തോന്നുന്നുവെന്ന്. ഡാൻവറെ, മരി എന്റെ പഴയ കളിക്കുട്ടിയാരാടാ. ആൻ, ഞാൻ അവളുടെ കിച്ചയും. നീ അവളുടെ കിച്ചയാണെന്ന് ഞാൻ അവളെ അറിയിക്കാം. നിന്നോട് എങ്ങനെയാ താങ്ക്സ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ എക്സൈറ്റഡാ.
വെള്ളാരം പൂവിൻ ചിരി വിരിഞ്ഞാൽ ഹോ പ്രണയം. ഉള്ളാകെ വെള്ളി വെയിൽ തെളിഞ്ഞാൽ ഹോ പുളകം. തൂവലായി ഞാനും തെന്നലായി നീയും ആദ്യമിന്നൊന്നായി പാടുന്നു അനുരാഗഗീതം. വെള്ളാരം പൂവിൻ ചിരി വിരിഞ്ഞാൽ ഹോ പ്രണയം. ഉള്ളാകെ വെള്ളി വെയിൽ തെളിഞ്ഞാൽ ഹോ പുളകം. മെല്ലെ പൂമുല്ലേ നിൻ ചുണ്ടിൽ മുത്തുമ്പോൾ മിഴിയിൽ നാണം. കാതിൽ നിൻ കാതിൽ ഞാൻ ഈണം മൂളുമ്പോൾ തരുമോ പ്രേമം. സ്നേഹലാളനം. വെള്ളാരം പൂവിൻ ചിരി വിരിഞ്ഞാൽ ഹോ പ്രണയം. ഉള്ളാകെ വെള്ളി വെയിൽ തെളിഞ്ഞാൽ ഹോ പുളകം. തൂവലായി ഞാനും തെന്നലായി നീയും ആദ്യമിന്നൊന്നായി പാടുന്നു അനുരാഗഗീതം. വെള്ളാരം പൂവിൻ ചിരി വിരിഞ്ഞാൽ ഹോ പ്രണയം. ഉള്ളാകെ വെള്ളി വെയിൽ തെളിഞ്ഞാൽ ഹോ പുളകം. പൂക്കാലം കൺചിമ്മിക്കൊഞ്ചുമ്പോൾ ചുടിയിൽ താളം. നിന്നിൽ മെയ്ചേര ഞാൻ തെന്നിപ്പായുമ്പോൾ ശ്രുതിയായി ശ്വാസം. പലയുഗം നിന്നെ തിരഞ്ഞതി ദൂരെ ഇനി നീ മനസ്സിനാവേശം. ഒരു ദിനം നിന്നിലലിയാൻ കൊതിയായി ഹൃദയം തൊടുമീ സിന്ദൂരം. സുഖമീ ഭാവസാന്ത്വനം. വെള്ളാരം പൂവിൻ ചിരി വിരിഞ്ഞാൽ ഹോ പ്രണയം. ഉള്ളാകെ വെള്ളി വെയിൽ തെളിഞ്ഞാൽ ഹോ പുളകം. തൂവലായി ഞാനും തെന്നലായി നീയും ആദ്യമിന്നൊന്നായി പാടുന്നു അനുരാഗഗീതം. വെള്ളാരം പൂവിൻ ചിരി വിരിഞ്ഞാൽ ഹോ പ്രണയം. ഉള്ളാകെ വെള്ളി
തെളിഞ്ഞാൽ ഹോ ഉലകം. ഈ VRGക്ക് ഇത് എന്നത്തിന്റെ സുഖടാന്ന് എനിക്കറിയില്ല. അല്ല, നിന്റെ കാര്യത്തിൽ എന്താ അയാൾക്ക് ഇത്ര താല്പര്യം? അയാൾ നിന്റെ ലോക്കൽ ഗാർഡിയനാണോ? ശരിക്കും പറഞ്ഞാ എന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് വരും. ഡാനി എപ്പോഴും സ്ഥലത്തില്ലാത്തത് കൊണ്ട് VRG ആണ് എന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഓ, അത് ശരി. എന്നാലേ ഇനി നിന്റെ കാര്യം നോക്കാൻ വേറെ ആളുണ്ടെന്ന് പറഞ്ഞേര്. ഡാനിയോടും ഡോണിനോടും ഇക്കാര്യം പറയാൻ ആൽബിക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായും. ഡോൺ സമ്മതിച്ചാലും ഡാനി ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ നിന്റെ ഡാനിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട ആൽബി, ഇപ്പൊ വേണ്ട. ജീവിതത്തിൽ എനിക്ക് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. ആൽബി അവരോട് പറയുമ്പോ നോ എന്നാണ് ഉത്തരമെങ്കിൽ ഡാനി അങ്ങനെ പറയൂ. അത്രയ്ക്ക് ടഫാണ് ഡാനി. മരിയ, എല്ലാത്തിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. നാളെ നീ എന്റെ ഒപ്പം വരണം. എവിടേക്ക്? നിനക്ക് പേടിയാണോ? ആൽബി ലോകത്തിന്റെ ഏത് കോണിലേക്ക് വിളിച്ചാലും ഞാൻ വരും. ആൽബി, നീ ഇപ്പൊ ഇവിടെ നിൽക്കരുത്. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. നീ അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. എനിക്ക് മരിയെ കാണണം. അവളോട് എനിക്ക് സംസാരിക്കണം. ആൽബി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോണം. ആ ഡാനി ആകെ വെകിലി പിടിച്ച് നടക്കുക. ആൽബി, നീ അവന്റെ മുമ്പിൽ ചെന്ന് ചാടരുത്. നീ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒന്ന് പോ. എന്തെങ്കിലും സൗകര്യം ഒത്താൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ പറയുന്നത് കേക്ക് ആൽബി, പ്ലീസ്. രേണു, നീ മരിയെ കണ്ടോ? ഇല്ല ആൽബി, ഡാനി അവളെയും കൊണ്ട് സിലോണിൽ പോയിന്നാ തോന്നുന്നേ.
സ്വാമി, മരിയയ്ക്ക് വേണ്ടി ഡാനിയെ കാണാൻ നീ ശ്രമിക്കരുത്. ഡോണിനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എനിക്ക്? ഡോണിനെ ഞാൻ കണ്ടിട്ട് പോലും വർഷങ്ങളായി. ഇനി ആർക്കും അവനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ സ്വാമി അങ്ങനെ? വേണ്ട, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ആൽബി, കഴിഞ്ഞ ദിവസം ഡാനിയോടൊപ്പം ഞാൻ അവളെ കണ്ടിരുന്നു. മരിയെ രാമേശ്വരത്ത് വെച്ച്. രാമേശ്വരത്ത് വെച്ചോ? എന്താ, നീ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചോ? രാമേശ്വരത്തു നിന്നല്ല, ശ്രീലങ്കയിൽ പോയി അന്വേഷിച്ചാലും മരിയെ നീ കാണില്ല. അഥവാ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും. അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ. ഇതെന്റെ വാക്കല്ല, അവന്റെയാ, ഡാനിയുടെ. അന്ന് രാമേശ്വരത്ത് വെച്ച് ഡാനി ഇത് പറയുമ്പോൾ മരിയയുടെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഒരു സ്നേഹസാഗരം ഉള്ളിലൊതുക്കി നിന്നിൽ നിന്നും അവൾ പിന്മാറിക്കഴിഞ്ഞു. ആ ബുദ്ധി നീയും കാണിക്കണം. മരിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സ്വാമി. ആൽബി, നീ സഞ്ചരിക്കുന്നിടത്തെല്ലാം ഡാനിയുടെ കണ്ണുകൾ നിന്നെ വേട്ടയാടുന്നുണ്ട്. ശത്രു ആരാണെന്നറിയാതെ നീ കുഴഞ്ഞില്ലേ? ഇവന്മാരൊക്കെ ആരാ? എന്തിനാടാ നമ്മളെ അടിച്ചത്? നിന്റെ ആത്മസുഹൃത്ത് പോലും നിനക്കെതിരെ തിരിഞ്ഞില്ലേ? ഇനി മറിയയുടെ പുറകെ നടന്നാൽ ഈ ഭൂമിക്ക് മേലെ നീ കാണില്ല. അതുപോലെ നിന്റെ കാണാമറയത്ത് ഒരു കൊടിയ ശത്രു നിനക്കുണ്ട്. അത് മറ്റാരുമല്ല, നിന്റെ ഗുരുനാഥൻ VRG. നിന്റെ ഓരോ ചലനങ്ങളും അപ്പപ്പോൾ ഡാനിയെ അറിയിക്കുന്നത് VRG ആണ്. അന്ന് നീയും മരിയയും വാനിൽ കയറിപ്പോയതടക്കം. ആൽബി, എഴുന്നേൽക്ക്. ഡാനിയുമായുള്ള ഈ യുദ്ധത്തിൽ നിനക്ക് ജയിക്കാനാവില്ല. മരണം നിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ട് ആൽബി. കയ്യെത്താവുന്ന ദൂരത്തിൽ തന്നെ. നീ സൂക്ഷിക്കണം. ഏതോ ഒരു മാർച്ചിൽ നിന്റെ ജീവിതത്തിൽ നിന്നും കൊഴിയാൻ വിധിക്കപ്പെട്ട ലില്ലിപ്പൂക്കളിൽ ഒരു പൂ മാത്രമാണ് മരിയ. അങ്ങനെ കരുതി സമാധാനിക്കണം നീ. അവളെ മറന്നേക്കോ ആൽബി. ഞാൻ പോകുവാണ് സ്വാമി അവളെ കാണാൻ. ആൽബി, ആൽബി, ദിവസങ്ങൾക്ക് മുമ്പ് നീയും നിന്റെ സുഹൃത്തും ഇതേ കാരണത്തിനു വേണ്ടി വഴക്കിട്ടപ്പോൾ അവിടെ എത്തപ്പെട്ടവനാണ് ഞാൻ. ഒരു നിയോഗം പോലെ. ഒന്ന് ഞാൻ തീർത്തു പറയാം. ഇതൊരു പാഴ്വാക്കായി നീ തള്ളിയാൽ അതിന്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. നിനക്കിനിയും പലതും നഷ്ടപ്പെടും. കണ്ണിൽ പറക്കും പൊന്നിൻ തിളക്കം, നെഞ്ചിൽ പിറക്കും മിന്നും പതക്കം. കണ്ണിൽ പറക്കും പൊന്നിൻ തിളക്കം, നെഞ്ചിൽ പിറക്കും മിന്നും പതക്കം. പ്രേമം കിടക്കും, പ്രാണൻ തുടിക്കും, പ്രായം മറക്കും, മോഹം പറക്കും. പ്രേമം കിളക്കും, പ്രാണൻ തുടിക്കും, പ്രായം മറക്കും, മോഹം പറക്കും.
കാവ്യം നീ തോരാതിരു കാതോരം ചേരുന്നൊരു ഗീതം നീ കളകളമയ മൊഴികളിൽ ഉണരുമൊരീ മന്ദാകിനീണങ്ങൾ കണ്ണിൽ പറക്കും പൊന്നിൻ തിളക്കം നെഞ്ചിൽ തിളക്കം മിന്നും പതക്കം ആൽബി ലോകത്തിന്റെ ഏത് കോണിലേക്ക് വിളിച്ചാലും ഞാൻ വരും. എന്താടാ കിടന്ന് സ്വപ്നം കാണുന്നത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വേലാൽ ഈ ഏരിയ കണ്ടുപോരുത്. പോവാം, വണ്ടി ഇടണം. Don't disturb me. Leave me alone. Stop it. പഴയ ഒരു പരിചയത്തിന്റെ പേരും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വരരുത്. I'm Maria Fernandez. വേണ്ട ആൽബി, കുടിച്ചത് മതി, വാ പോവാം. ചേട്ടാ, എങ്കിൽ ചേട്ടൻ എനിക്ക് വേണ്ടിട്ട് ഒരു ചെറുതെങ്കിലും. വേണ്ട, ഞാനൊന്ന് കുടിക്കില്ല. നീ കുടിച്ചത് മതി, എനിക്ക് വാ പോവാം. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. എന്തിനാ വിചാരിച്ച് ഞങ്ങളെ അകറ്റിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു അയാളോട്? പറയാൻ ആരാണ് അയാള്? പാവം മരിയ അയാളുടെ ട്രാപ്പിലാണോ? ഓ, അയാൾ നിങ്ങളുടെ ബാല്യകാല സുഹൃത്താണല്ലോ. അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ മേലല്ലോ, അല്ലേ? അല്ലേ? എനിക്ക് ആൽബി, ആൾക്കാർ ശ്രദ്ധിക്കണം. എനിക്ക് എവിടെ പോണോ? വാ പോവാം. ആദ്യം എന്നെ സന്ദീപ് വഞ്ചിച്ചു, പിന്നെ വിആർജി, ഇപ്പൊ നിങ്ങളും. ഓ ശരി. പാവം മരിയ. She is very innocent. I'll take care of it, sir. Okay. മാറിയ, എനിക്ക് നിന്നോട് സംസാരിക്കണം. Look, Albi, I already told you. Leave me alone. Maria, one thing only. We are just trying to cheat you. That's none of your business. Go to hell. ആൽബി, വിടാ അവിടെ. Maria, നിക്ക് Maria. ഞാൻ പറയട്ടെ. ആൽബി, ഇങ്ങോട്ട് വാ. നീ എന്തായി കാണിക്കുന്നേ? വിടാ. ആൽബി, നിനക്ക് എന്ത് പറ്റി? നീ എന്തായി കാണിക്കുന്നത്?
സർ, ഒരു മാർഗമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഡാനിയെ കണ്ട് കേസ് പിൻവലിപ്പിക്കണം. നാളെ കോടതിയിലെത്തുന്നതിന് മുമ്പ് കോംപ്രമൈസ് ആയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടോ? ഉണ്ട് സർ. കംപ്ലൈന്റ് തന്നിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. റേപ്പും മർഡർ അറ്റംപ്റ്റുമാണ് ആരോപിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു അധ്യാപകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് വേറെയുണ്ട്. സാർ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഡാനിയുമായി കോംപ്രമൈസിലെത്തണം. സണ്ണിച്ച, പോവാം. വിട്ടുകൾ ഡാനി, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിന് നമ്മൾ വലിയൊരു കംപ്ലൈന്റ് പിൻവലിക്കുന്നതല്ലേ നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലത്. രണ്ടുപേരുടെയും കയ്യിൽ തെറ്റുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ വിട്ടുകളയാം, കംപ്ലൈന്റ് പിൻവലിക്കാം. നിന്റെയൊക്കെ അമ്മയും പെങ്ങളെയും ഞാൻ കേറി പിടിച്ച നീ വിട്ടുകളയോടാ? ഞാൻ വരാടാ, നിന്റെ അമ്മയും പെങ്ങളെയും മറ്റുള്ളവരെയും കൂടെ കയറി പിടിക്കാൻ. കൊന്ന് തള്ളും ഞാൻ. ചുടുചോരയുടെ മണം മാറാത്ത കയ്യായത്. നിനക്കുറപ്പുണ്ടെങ്കിൽ വെക്കടാ വെളി. വീണ്ടും ഒരു മടങ്ങിപ്പോക്ക് പട്ടാളക്കാരുടെ നടുവിലേക്ക്. അത് ഇവിടെ വെച്ച കടവുൾ വിധിച്ചെങ്കിൽ അങ്ങനെ തന്നെ. ഉറപ്പുണ്ടെങ്കിൽ വെക്കടാ വെടി. വന്നേ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. കേസ് പിൻവലിക്കാം. ആണാ ഒരു കണ്ടീഷൻ, അവൻ ഈ ഏരിയയിൽ കണ്ടുപോകരുത്. അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. അവളെയും ഒരേ സമയം അന്തകനായും പിന്നെ രക്ഷകനുമായുള്ള നിങ്ങളുടെ ഈ പെർഫോമൻസ് കൊള്ളാം. ഗുഡ് ബൈ ഫോർ എവർ. കേറുമോനെ. മോനെ, നിന്റെ ടിക്കറ്റ് എല്ലാം റെഡിയാക്കിക്കൊണ്ട് ചാക്കോച്ച നാളെ വരും. തൽക്കാലം നീ ഇവിടുന്ന് മാറി നിൽക്ക്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുന്നവരാ മമ്മി എല്ലാവരും. ഇവരുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഇനി ഒരിക്കലും ഇങ്ങോട്ടില്ല. മോനെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ചിരിക്കുന്ന മരിയെ മാത്രമേ ആൽബിക്കറിയൂ. വേദനകളുടെയും നഷ്ടങ്ങളുടെയും അപമാനങ്ങളുടെയും നടുവ് നിൽക്കുന്ന മരിയെ ആൽബിക്കറിയില്ല. അവക്ക് മറ്റൊരു മുഖമുണ്ട്. സാർ, ആ മരിയെ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. മരിയ, വരൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ മരിയ, പ്ലീസ്. താങ്ക് യു സർ. സർ, ഇപ്പോഴാണ് ആൽബിയുമായുള്ള എനിക്കുള്ള ബന്ധം സർ തകർത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്. ആൽബിയുടെ മുന്നിൽ എൻ്റെ മനസ്സ് മാത്രമല്ലേ സമർപ്പിച്ചുള്ളൂ, ശരീരം സമർപ്പിച്ചില്ലല്ലോ. താങ്ക് യു സർ. അതിനെനിക്ക് സാറിനോട് നന്ദിയുണ്ട്. അന്ന് നീ അവന് കീഴ്പ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അവന്റെ അടിമയായേനെ. Then you would have been a loser in the game. But now you are the winner. സർ, ഞാൻ എങ്ങനെയാ വിന്നർ ആകുന്നത്? എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ടി വിയിൽ എൻ്റെ ഏട്ടനെ മിലിറ്ററിക്കാർ ഒന്ന് വലിച്ചു കീറിയ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇന്നും ആ ദൃശ്യം എൻ്റെ കണ്ണിന്ന് മായുന്നില്ല സർ. ആ ആഘാതത്തിൽ നിന്നും വീണ്ടും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സാറിൻ്റെ സാന്ത്വനവും സാമീപ്യവുമാണ്. അതിനെനിക്ക് സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സർ. താങ്ക്സ് ഫോർ എവറിഥിങ്. ഞാൻ യാത്ര പറയാൻ വന്നതാണ്. വിത്തിൻ 2 days we are leaving India. Where? To Ceylon? No sir, never to Ceylon. എൻ്റെ പപ്പയും മമ്മിയും ഏട്ടനും വീണ് മരിച്ച മണ്ണിലേക്ക് ഇനി വയ്യ. ഡാനി ആഗ്രഹിക്കുന്നത് മറ്റേതെങ്കിലും കൺട്രിയിൽ എന്നെ സേഫ് ആക്കാനാ. ഡാനിക്ക് പല പല പ്ലാനുകളാ. എനിക്കവിടെ ഹയർ സ്റ്റഡീസ്, പിന്നെ അവിടെ പ്രപ്പോസൽ. Then okay. Thank you sir. Thank you for everything.
എങ്കിലും ആൽബി എന്നെ ആദ്യം സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നോ സർ? മരിയ, അതെങ്ങനെ എനിക്കിപ്പോ പറയാൻ സാധിക്കും? മരിയയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരാൾ, ഫോണിൽ മെസ്സേജ് അയച്ച് ഹോട്ടലിലേക്ക് വരാൻ പറയുന്നത് മറ്റൊരാൾ. ഇവരുടെ ഉദ്ദേശം ആർക്കറിയാം? വൈ ടേക്ക് അൺനെസറി റിസ്ക് മരിയ? ക്ലോസ് ദ ചാപ്റ്റർ, ഡാഷ് ടു എ ന്യൂ ലൈഫ്. Then okay sir. ഇനി ഡാനിയുടെ ആഗ്രഹം അവളെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരും അറിയാത്തൊരു സ്ഥലത്ത് സേഫ് ആയിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒന്നെനിക്കറിയാം, അവൾ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നാളെ മരിയ ഇവിടം വിട്ട് പോവുകയാണ്. എല്ലാവരുടെയും വാക്കുകൾ കേട്ട് അവൾ നിന്നെ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, നീ വിളിച്ചാൽ അവൾ വരും. മരിയ, മരിയ! ആൽബി, ഈ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ മരിയയ്ക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങളെ അകറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ, സണ്ണിച്ചായം പറഞ്ഞിട്ട്. ഇങ്ങനെ നിന്നെ കാണാൻ ഞങ്ങൾക്ക് വയ്യ. വിട്ടേരടാ, നമുക്ക് ഈ ബന്ധം വേണ്ട. വിട്ടേക്കാം. അവൾ ഇവിടെ വിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം. എടാ, മാപ്പ് പറയുന്ന ഘട്ടത്തിൽ അവളുടെ മനസ്സ് മാറിയാൽ, നിന്നോടൊപ്പം ജീവിക്കാൻ അവൾ തയ്യാറായാൽ, ഡാനിയോ നിന്റെ ചേട്ടന്മാരെ അവരുടെ ഗുണ്ടകളെ ആരും നീ നോക്കണ്ട. നീ തയ്യാറാണോ? പറയടാ, നീ തയ്യാറാണോ? തയ്യാറാ. നീ വിളിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് അവൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വരും. അതിലൊട്ടും നീ സംശയിക്കണ്ട. ഞാൻ റെഡി. പക്ഷേ നീ പേടിക്കണ്ട. ജെറ്റ് എയർവേസിലുള്ള എന്റെ കസിൻ 4:45 ഡൽഹി ഫ്ലൈറ്റിനുള്ള ടിക്കറ്റുമായി എയർപോർട്ടിലുണ്ടാവും. അവിടുന്ന് നമ്മൾ ഡൽഹിക്ക് പോകുന്നു. ഈ ഫ്ലൈറ്റ് കൃത്യം 8 മണിക്ക് ഡൽഹിയിലെത്തിയിരിക്കും. അവിടെ നമ്മളെ കാത്ത എന്റെ സുഹൃത്ത് സഞ്ജയ് സിംഗ് ഉണ്ടാവും. ഈ സഞ്ജയ് സിംഗിന്റെ കൂടെ നമ്മൾ നേരെ ഡൽഹിയിൽ നിന്നും UP-ലെ ഇറ്റാവയിലേക്ക് പോകുന്നു, സഞ്ജയ് സിംഗിന്റെ ഫാം ഹൗസിലേക്ക്. ഈ ഫാം ഹൗസിൽ നിങ്ങൾ രണ്ടുപേരെ സുരക്ഷിതരാക്കിയിട്ട് ഞാൻ തിരികെ പോരും. ഉറപ്പായിട്ടും ഡാനിയും കൂട്ടരും ഈ വിവരം അറിഞ്ഞാൽ എത്താതിരിക്കില്ല. പക്ഷെ അവരവിടെ എത്തിയാൽ അവര് ജീവനോടെ തിരിച്ചു പോരില്ല, എനിക്ക് ഉറപ്പാ. കാരണം ഇറ്റാവ ഗുണ്ടകളുടെ നാടാണ്. ബാക്കി കാര്യങ്ങളെല്ലാം സഞ്ജയ് സിംഗ് നോക്കിക്കോളും. 2:30 മണിക്ക് തന്നെ ട്രാവലർ അറേഞ്ച് ചെയ്തിരിക്കണം. 2:30 മണിക്ക് മുമ്പ് തന്നെ മരിയെ പുറത്തു കൊണ്ടുവന്നിരിക്കണം. നീ VRGയുടെയും മരിയുടെയും ഗുഡ് ബുക്കിൽ ഉള്ളതുകൊണ്ട് നിനക്കത് സാധിക്കും. അവൾ പുറത്തു വന്നാൽ എത്രയും പെട്ടെന്ന് ആൽബി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ വഴങ്ങിയെന്ന് കണ്ടാൽ ആ സെക്കൻഡിൽ നിങ്ങൾ സിഗ്നൽ തരണം. ഉടൻ വണ്ടി അവിടെ എത്തിയിരിക്കും. ഞാൻ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സിഗ്നൽ കിട്ടിയാൽ ഉടൻ ഞാൻ പാലാരിവട്ടം ജംഗ്ഷന് മുമ്പ് വണ്ടിയിൽ ഓടി കയറിയിരിക്കും. കൃത്യസമയത്ത് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കും. ആർക്കും ഒരു സംശയം കൊടുക്കരുത്. ഇന്ന് നീ വീട്ടിൽ പോണം, എല്ലാം പറഞ്ഞതുപോലെ. സന്ദീപേ, നാളെ നിങ്ങളുടെ കൂടെ ഞാനും വരാം. വേണ്ട ചേട്ടാ, ചേട്ടൻ വരണ്ട. എയർപോർട്ട് വരെ ഞാനും കൂടി വരാം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും വിധത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചേട്ടൻ ഈ നാട്ടിൽ ജീവിതം കാണില്ല. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാം ശാന്തമാവും. എല്ലാവരും എല്ലാം മറക്കും. അപ്പം ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോരും. നീ എന്താടാ ഇവിടെ? ഹാരിസ് ഭായി ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഹാരിസ് ഭായിട്ട് നിനക്ക് എന്താ ഇടപാട്? കാലിപ്പോലാണടാ. ഹാരിസ് ഭായിയെ കാണേണ്ട ഒരു കാര്യം ഉണ്ടെന്നേ. ഇതാ അവിടെ ഉണ്ട്. അതെ, ഉടായിപ്പോലാണാ? ഇല്ലെന്നേ. ആ ചെല്ല് ചെല്ല്. ഹായ്, ഗ്ലോറിയ സാമുൽ. എന്തൊക്കെയുണ്ട്? എല്ലാം ഭംഗിയായില്ലേ? കളഞ്ഞുപോയി എന്ന് കരുതിയ ലക്ഷങ്ങളല്ലേ ഞാൻ തിരിച്ച് കീശയിലേക്ക് ഇട്ടു തന്നത്? നോ 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 നോ. ഇനി അവനെന്നല്ല, അവൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തനും നിങ്ങളുടെ ഏഴെഴുത്ത് പോലും വരില്ല. എന്താ പോരെ? ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഭായിക്കെന്നെ മനസ്സിലായില്ലേ? നീ അൻസാരിയുടെ കൂട്ടുകാരനല്ലേ? എന്താ കാര്യം? അപ്പൊ സന്ദീപേ, നിന്റെ സുഹൃത്തിനും കാമുകിക്കും 4:45 ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കടക്കണം. അവളുടെ സഹോദരൻ അവളെയും കൊണ്ട് വീട്ടിൽ നിന്ന് തിരിക്കുന്നത് 3:30 മണിക്ക്. അത് എങ്ങോട്ടാണെന്നോ ഏത് മാർഗമാണെന്നോ ഒന്നും നിങ്ങൾക്കാർക്ക് ഇതുവരെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല അല്ലേ?
അതെ അതെ ഭായ്, അതൊരു സത്യമാണ്. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, കൃത്യം 2:30 തന്നെ അവളെ പുറത്തിറക്കിയിരിക്കും. ആരും? ഞങ്ങളുടെ സുഹൃത്ത് അൻവർ. അത് ഫോൺ വഴിയോ നെറ്റ് വഴിയോ അതും അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി വഴിയോ എങ്ങനെയെങ്കിലും അവളെ വീടിന് പുറത്തിറക്കിയിരിക്കും. നെടുമ്പാശ്ശേരി വരെ അവൾ കൂട്ടിനുണ്ടായിരിക്കുകയും ചെയ്യും. അൻവർ അവളെ വീട്ടിൽ പുറത്തിറക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഉറപ്പാണ് ഭായ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ട്രാവലർ കലൂർ സ്റ്റേഡിയം കടത്തി തരണം. അങ്ങനെയാണെങ്കിൽ നെടുമ്പാശ്ശേരി വരെയുള്ള കാര്യങ്ങൾ എൻ്റെ സുഹൃത്ത് രതീഷ് നോക്കിക്കോളൂ. സന്ദീപേ, കാര്യങ്ങൾ ഞാൻ ഏറ്റുകഴിഞ്ഞാലേ കക്ഷി ആരാന്ന് പറയൂന്ന് നീ പറഞ്ഞിരുന്നില്ലേ? ദേ, ഞാൻ നിന്റെ ആവശ്യം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി പറ, കക്ഷി ആരാ? അത് പിന്നെ ഡാനിയുടെ പെങ്ങളാ, മറിയ. സിലോണിൽ കൊല്ലപ്പെട്ട ഡോൺ ഡാനിയൻ ഡാനിയോ? നിനക്ക് പേടിയുണ്ടോ? ഇല്ല ഭായ്. എങ്കിൽ നാളെ ഉച്ചയ്ക്ക് 2:30. സന്ദീപേ, ഞങ്ങൾ 2:30 മണിക്ക് മുമ്പ് തന്നെ റെഡിയായി നിൽക്കുക. നീ മറിയെ പുറത്തിറക്കിയോ? ഭായ്, അവളെ നെറ്റിലും ഫോണിലും കിട്ടുന്നില്ല. ഇതുവരെ അവളുമായി ബന്ധപ്പെടാൻ പോലും സാധിച്ചിട്ടില്ല. നീ അവളുടെ ഏതോ ഒരു കൂട്ടുകാരിയെ വിട്ട് പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അവളവിടെ? അവളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഭായ്. ആ കുട്ടി ഔട്ട് ഓഫ് കവറേജില്ല. നിന്നോട് ഞാൻ പച്ച മേളത്തിൽ ചോദിച്ചത് അവളെ പുറത്തിറക്കാൻ പറ്റുമെന്നു. അപ്പൊ നീ പറഞ്ഞു അക്ബർ എല്ലാം ഉണ്ടാക്കുന്നു. അക്ബർ അല്ല ഭായ്, അൻവർ. അൻവർ എങ്കിൽ അൻവർ എവിടെ? എന്റെ പൊന്നു ഭായ്, ക്ഷമിക്കേ. ഏറിയാൽ ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ അൻവർ അവളെ പുറത്തിറക്കിയിരിക്കും. അതെനിക്ക് ഉറപ്പാ. നെറ്റും കട്ടായി. എന്തായി, ലൈനിൽ കിട്ടിയോ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സന്ദീപേ, ഗണേശനാ പറഞ്ഞതുപോലെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ, 4:45 ഫ്ലൈറ്റ്. 1 മണിക്കൂർ മുമ്പ് പാസഞ്ചേഴ്സ് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ? ഇവനൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ദൈവമേ, രതീഷും വന്നു കഴിഞ്ഞല്ലോ. ഇത് ഭയങ്കര മിസ്പ്ലാനിങ് ആയിപ്പോയി. എടാ, എന്ത് കഷ്ടപ്പെട്ട രതീഷിനെ ഇവിടെ എത്തിച്ചെന്നറിയോ? ഒരുത്തൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നു. സഞ്ജയ് സിംഗ് ആണെങ്കിൽ ഡൽഹിയിലും. മരിയെ പുറത്തിറക്കാനുള്ള പദ്ധതി നമ്മൾ എല്ലാവരും കൂടി ഒന്നുകൂടി നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. എല്ലാം നീ കാരണമാ മരിയെ പുറത്തിറക്കാമെന്ന് പറഞ്ഞത് നീയാ. നീ എന്തിനാ അവനെ കുറ്റം പറയുന്നേ? നിന്റെ മണ്ടമ്പളം കെട്ടി ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെയൊക്കെ കൂടെ കൂടി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഹലോ, എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ലടാ. എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം. ഒരു 10-15 മിനിറ്റിനകത്ത് ഞാനിവിടെ ചെല്ലും. ചെന്നാൽ ഉടൻ നിന്നെ വിളിക്കാം. പോവല്ലേ, അവൻ പോട്ടടാ, നീ വിട്. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അവളുടെ വീട്ടിൽ ഞാൻ തന്നെ പോടാ. സമയം 2:50. നീയൊക്കെ ഇവിടെ എന്തോ ഉണ്ടാക്കുക? നിന്നെ കൊണ്ടാക്കാ പെങ്കൊച്ചിനെ പുറത്തിറക്കാൻ പറ്റുമോ? അത് ഭായി, മരിയുടെ കൂട്ടുകാരി ലൈനിൽ കിട്ടി. അവൾ ഏകദേശം 10-15 മിനിറ്റിനകം മരിയുടെ വീട്ടിലെത്തും. അപ്പോ പ്ലാനിങ് പോലെ തന്നെ കാര്യങ്ങൾ സ്മൂത്ത് നടക്കുമല്ലേ? അല്ല, എന്ന് ചോദിച്ചാ അവള് കൃത്യമായിട്ടൊരു മറുപടി പറയുന്നില്ല ഭായി. ഇപ്പൊ സമയം 2:55. ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിൽ ഓടിയെത്താൻ വേണം 45 മിനിറ്റ്. അവന്റെ അമ്മയുടെ സന്ദീപ്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ 5 മിനിറ്റിനുള്ളിൽ മരിയ വീടിന് പുറത്തു വന്നിരിക്കും. അവളുടെ വീടിന്റെ ടെറസിന്റെ മുകളിലൂടെ ലോ ആൾട്ടിറ്റ്യൂഡിൽ പറഞ്ഞിട്ടായാലും ആ ശബ്ദം കേട്ട് അവൾ പുറത്തിറങ്ങിയിരിക്കും. ആൽബി, അൻവറാടാ, അവൻ പറഞ്ഞ പോലെ എന്നെ മരിയ ഗേറ്റിന് ഫ്രണ്ടിൽ കൊണ്ടുവരും. നീ ഒരു കാര്യം ചെയ്യ്, നീ എത്രയും പെട്ടെന്ന് അവിടെ എത്ത്. ഞാൻ ബിൽഡിങ്ങിന് മുകളിൽ കാണും. ഞാൻ പറഞ്ഞ പോലെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. വാ. ഹലോ.
Flight number AF 5603. Silent approach goals. Do you copy me? Anwar. Do you copy me? Do you copy me? Change your altitude to 120 degree. അണ്ണാ ആരെയാണോ? ബൈ ഡാനിയുടെ ആൾക്കാർ പുറകെയുണ്ട്. ആഷ് കളർ ഇന്നോവ KL5A 3494. ഓക്കെ ഓക്കെ കേറി കേറി വണ്ടി എടു. Do you copy? You are heading for trouble. Your altitude is below 3000. Roger, I will try, sir. പോട്ട് തള്ളടാ. ഓക്കേ പണികളാണ്. ഏയ് വണ്ടി ഇടടാ. Do you copy me? Your altitude is below 3000. അൻവർ! അൻവർ! My boy! സന്ധ്യ തന്മാറിൽ പൂഞ്ചിറകെരിഞ്ഞു പൊൻപക്ഷി വീണു തേങ്ങും ചന്ദന ശോഭ പാഴ്കഥയായി യൗവനമോഹം കണ്ണുനീർ കഥ പാടി വാനിൽ കണ്ണുനീർ കഥ പാടി സ്വന്തവും വിട ചൊല്ലി രാഗബന്ധവും വിട ചൊല്ലി നീലാതുലകത്തിൽ വാഴും ദിനങ്ങൾ ഇരുളായി മാറും സന്ധ്യ തന്മാറിൽ പൂഞ്ചിറകെരിഞ്ഞു പൊൻപക്ഷി വീണു തേങ്ങും ചന്ദന ശോഭ പാഴ്കഥയായി യൗവനമോഹം കൊഴിഞ്ഞ ദിനങ്ങൾ എൻ മനസ്സിലുണർത്തും മധുര സ്വപ്നങ്ങൾ ഇനിയും വരുമോ ആഘോഷമായി നാം ഈ വേദിയിൽ
അന്നാദ്യം പാടുവാൻ ഈ ഗാനമെന്നും ഓർത്തിടാം. 1000 രാഗങ്ങളായി ചേരുമോ നീയും സ്വരമാധുരിയായി. സന്ധ്യ തന്മാറിൽ പൂഞ്ചിറകരിഞ്ഞു, പൊൻപക്ഷി വീണു തേങ്ങും ചന്ദന ശോഭ. പാഴ്കഥയായി യൗവനമോഹം. ആരോരും കാണാതെ ആത്മാവിൽ നേദിച്ച പൊന്നിൻ കിനാവുകൾ കൊള്ളുന്നോരോർമ്മയാ. യാത്രാമൊഴി പാടി ആജാലകം തുറന്നു പോയി. വേറെ ഏതോ പാരിൽ ആ തൂവലൊന്നുതിർന്നുവോ. വേദനയായി രോദനമായി ജീവിതവേദിയിൽ ശൂന്യതയായി. സന്ധ്യതന്മാറിൽ പൂഞ്ചിറകരിഞ്ഞു, പൊൻപക്ഷി വീണു. എടാ കിച്ച, അച്ഛനും വിആർജിയും വന്നിരിക്കുന്നു, വേഗം വാ. ഈ 21 എൻ്റെ വിവാഹമാണ്. ആൽബി തീർച്ചയായും വരണം. സോറി സർ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഈ 21 ഡൽഹിയിൽ ഒരു കോൺഫറൻസ് ഉണ്ടമ്മേ. കോൺഫറൻസ് കഴിഞ്ഞ് 4 മണിക്കുള്ള ഫ്ലൈറ്റിന് വന്നാൽ പോരെ? റിസപ്ഷൻ 6 മണിക്കല്ലേ? റിസപ്ഷൻ എങ്കിലും ആൽബി വരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ആൽബി വന്നിട്ടേ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പ്ലീസ്. താങ്ക് യു. ഓക്കെ. നല്ല പാട്ടുകളാ. പള്ളിയിൽ ഒരു 100 CD ഓർഡർ അമ്മച്ചി പിടിച്ചു തരണം. 100 CD വിറ്റ് തരുന്നവർക്ക് എന്റെ നല്ല കുടുംബം എന്ന് മെസ്സേജ് ഉള്ള 1 CD ഫ്രീ ഉണ്ട്. കേട്ടല്ലോ അമ്മച്ചി. ഇയാള് പോയില്ലേ? വിആർജി എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു മറിയയുടെ അമ്മ റോസി ടീച്ചർ. എനിക്ക് മറിയെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആൽബി അന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ എല്ലാവരും അവനെ തെറ്റിദ്ധരിച്ചു, വിആർജിയും. അവിടുന്നാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ആൽബി എങ്ങനെയാ തള്ളി നീക്കിയതെന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇപ്പോൾ വിആർജിയുടെ വിവാഹത്തിന് മരിയ വരുമെന്ന് എനിക്കറിയാം. മരിയയും ഡാനിയും ഞങ്ങൾ വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. ഡാനിക്ക് സമ്മതമാണെങ്കിൽ ആൽബിയും മരിയയും ഒന്നിപ്പിക്കണം. അവർ വരുമ്പോൾ വിആർജി എന്നെ വിളിക്കണം. ഞങ്ങളെല്ലാവരും ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കും. അവന്റെ കേസ് തീരുമാനമായി.
விஆர்ஜி வந்து அவன் கேஸ் பின்வலிக்கும். സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആൽബി இந்த ഉലകത്തിൽ இருக்கக்கூடாது. അവന്റെ ചേട്ടന്റെ കൺമുന്നിൽ വെച്ച് പിടഞ്ച് പിടഞ്ച് മരിക്കണം. ഡാനി നോ. ഡാനി, നിങ്ങളുടെ സഹോദരി ചതിക്കപ്പെടാതിരിക്കാൻ ആൽബിയിൽ നിന്നും അവളെ അകറ്റിയവനാണ് ഞാൻ. മരിയെന്നല്ല, ഏത് പെൺകുട്ടിയുടെ കാര്യത്തിലും ഞാൻ അത് തന്നെ ചെയ്യും. ഒരുപക്ഷേ ഡാനി എന്നെ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. കൗമാര ചാബല്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പെങ്ങളെ രക്ഷിച്ചത് അതേ കാരണത്താൽ മറ്റൊരാളെ നശിപ്പിക്കാനല്ല, ആൽബിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിആർജിക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? ആ സണ്ണി എന്താ നിങ്ങൾക്ക് വല്ലതും തന്നോ? ഡാനി, എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. ആൽബിയെ നിങ്ങൾ ഉപദ്രവിക്കരുത് പ്ലീസ്. വിആർജി, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അപ്പനും അണ്ണനും പോണ വഴിയിലെ പോകേണ്ടവനാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അവളോട് സ്നേഹം കാണിക്കാതിരുന്നത്. അതെന്റെ ബലഹീനതയായി നിങ്ങൾ കാണരുത്. അവനെ വെറുതെ വിടാം, പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ. മേലാൽ നിങ്ങൾ ഇനി എന്നെ കണ്ടുപോകരുത്. ഗെറ്റ് ലോസ്റ്റ്. എവിടെ നോക്കിയാലേ വണ്ടി ഓടിക്കുന്നേ? വരൂ വരൂ. താങ്ക്സ്. ഹായ് ആൽബി. ഇപ്പൊ എത്തിയത്. ഹലോ സർ, വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. ഹലോ ടീച്ചർ. ആൽബി, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, കാണാതെ പോകരുത്. ഓക്കെ, ഞാനിവിടെ ഉണ്ടാവും സർ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഉണ്ടാവും. ശരി. ആൽബി, എത്ര നാളെടാ നിന്നെ കണ്ടിട്ട്? സുഖമാണോടാ? രാവിലെ കല്യാണത്തിന് കണ്ടില്ലല്ലോ, എന്താ വൈകിയത്? ഞാൻ കുറെ ബിസി ആയിരുന്നു, ഫ്രീ ആകാൻ വൈകി. കള്ളമാണെങ്കിലും അത് പറയേണ്ടതുപോലെ പറയാൻ നീ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോടാ. ആ കാര്യത്തില് അങ്ങയോളം ഞാൻ വിദഗ്ധനല്ലേ. വാടാ, നമുക്കൊന്ന് ഇരിക്കണ്ടേ? നോക്കി പേടിപ്പിക്കണ്ട, എന്റെ ചെലവാ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. എല്ലാം ഉണ്ട്. മക്കളെല്ലാം പോയി വയറ് നിറച്ച് ആഹാരം കഴിക്കണേ. അച്ഛൻ പോയി വിആർജി കണ്ടിട്ട് വരാം. പോയിക്കോ പോയിക്കോ. താങ്ക് യു. ഹലോ. വാ. ആൽബി വന്നില്ലേ? ഇവിടെ എവിടെയോ ഉണ്ട്. ഓ, വിളിയടാ, എല്ലാവരും വിളിയടാ. I love my college. Yes. അത് ഒടിഞ്ഞു വീഴും, പ്രശ്നമാവും. എന്താടാ നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ജൂലി മോളെ, ജൂലി മോൾ darling, come on. പണ്ടേ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. ഈ കാര്യത്തിൽ ഹലോ സർ, ഞാൻ മരിയാണ്. മരിയേ? I will be there in half an hour. നമസ്കാരം. ഹലോ. ഹായ് മാം, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. നിങ്ങൾ വന്നത് തന്നെ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ്. എന്താ അത്? യെസ്, മരിയ കോൾഡ് മീ. ഷീ ഈസ് കമ്മിങ്. സാറ് പറഞ്ഞിട്ടുള്ള അനശ്വര പ്രേമകഥയിലെ നായിക മരിയ, ഐ ആം റൈറ്റ്? യെസ്. അവളെ സിൻസിയറായി സ്നേഹിച്ച ആൽബി, അവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ അൻവർ, അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സന്ദീപ്. എനിക്ക് അവരെല്ലാരും ഒന്ന് കാണണം സർ. വരില്ലേ അവർ? തീർച്ചയായും. ദേ വന്നല്ലോ. ഹലോ സർ. ഹലോ സർ. ഹായ് മാം. ഇത് മിസ്റ്റർ ആൽബി. ഓ, ആൽബി. അത് സന്ദീപ്. ഹലോ. ഹായ് രഞ്ജിത്ത്. ഹലോ. ഓർമ്മയുണ്ടോ? മോളുടെ പേരെന്താ? ഹലോ. മരിയ വന്നു അല്ലേ വിആർജി?
മമ്മിയുടെ പ്രാർത്ഥന പോലെ അവളിപ്പോ വരും മമ്മി. വിആർജിയുടെ ഫോണിനായി കാത്തിരിക്കാ ഞാൻ മറിയയും ഡാനിയും കാണാൻ. ഓക്കെ മമ്മി, ഐ വിൽ കോൾ യു ലേറ്റർ. ഹലോ, വിഷ് യു ഹാപ്പി മാരേജ്. താങ്ക്സ് ഫോർ കമ്മിങ്. ആ, ഇതാണ് അൻവറിന്റെ ഗ്രാൻഡ് ഫാദർ. എന്നാ ഞാനങ്ങോട്ട്. Congratulations, sir. Thank you. Sir, hope you remember me. I was in the college function. Very happy to see you again, sir. എന്റെ കുഞ്ഞ ഹസ്ബൻഡാ കൂടല്ലേ? മരിയ, വാ. വിആർജി, റിലാക്സ്. എന്തോ ഇവൻ വന്ന് പറയുമായിരുന്നു ആൽബിയുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന്. ശരിയാണ്, വളരെ ശരിയാണ്. വിആർജി, അത് പിന്നെ യെസ്, നീ പറഞ്ഞത് ശരിയാണ്. ഞാനാണ് ഈ കഥയിലെ വില്ലൻ. ഇല്ല സർ, സാർ പറഞ്ഞത് തെറ്റാണ്. സാർ ഈ കഥയിലെ വില്ലനല്ല, നായകനാണ്, റിയൽ ഹീറോ. യെസ്, ദ റിയൽ ഹീറോ. സാറ് കാരണം എത്രയോ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ സാറിൻ്റെ ദയ കൊണ്ടാണല്ലോ. പിന്നെ മരിയ, ഇറ്റ്സ് ഫെയ്റ്റ്, വിധി. അതിനെ മറികടക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ് സർ. ഗോഡ് ബ്ലെസ് യു. ബൈ സർ. പൊന്നിൻ തിളക്കം നെഞ്ചിൽ പിറക്കും മിന്ന